ശക്തമായിട്ട് ചില പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കും. പുസ്തകങ്ങൾ എഴുതാണ്. അപ്പോൾ അവർ 4ാം ഖലീഫ ആകാൻ അലി റളിയല്ലാഹു അൻഹു യോഗ്യനല്ല എന്നുള്ള വിഷയത്തിലേക്കാണ് ഇപ്പം ആ പുസ്തകരചന പോലും നടന്നുകൊണ്ടിരിക്കും. ഒരാൾക്ക് അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് പിന്നെ അതാണ് ഈമാൻ്റെ ലക്ഷണം, അതാണ് ഈമാൻ. 2, അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾക്ക് വിദ്വേഷം വരിക, അല്ലെങ്കിൽ ഒരു കുറവ് എന്നൊക്കെ പറയില്ല നമ്മൾ, ഒരു അസൂയ അല്ലെങ്കിൽ ഒരു ഇത് വരിക, അത് മുനാഫിക്കിന്റെ ലക്ഷണം. അതാണ് അറബിക് കലണ്ടറിലെ 2ാം മാസമായ ഈ സഫർ മാസത്തിൽ നടന്ന ഒരു ചരിത്ര സംഭവത്തിന്റെ ഓർമ്മയിലാണ് നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്. ഏകദേശം ഹിജ്റ 37-ാം വർഷത്തിലാണ് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ മുസ്ലിം ലോകത്ത് ഏറ്റവും വലിയ ആഭ്യന്തര യുദ്ധമായ സിഫീൻ നടക്കുന്നത്. അപ്പോൾ ഈ സിഫീൻ യുദ്ധത്തിനെ പറ്റി ഒന്ന് വിശദീകരിക്കാൻ പറ്റും സയ്യിദ് ഗസാലി? ഇപ്പോൾ ഇസ്ലാമിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട യുദ്ധങ്ങളിൽപ്പെട്ടൊരു യുദ്ധമാണ് സിഫീൻ യുദ്ധം. ഈ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് 3ാമത്തെ ഖലീഫയായിരുന്ന ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിനെ തുടർന്ന് ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ആഭ്യന്തര അഭിപ്രായ വ്യത്യാസങ്ങളും കലാപത്തിൽ നിന്നാണ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്തിലേക്ക് വരണമെന്ന് ബഹുഭൂരിപക്ഷം സ്വഹാബികളും ആഗ്രഹിച്ചപ്പോൾ അതിന് മുന്നേ ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകർ ആരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് അവരെ പിടികൂടുകയാണ് വേണ്ടത്. അവരെ പിടികൂടിയിട്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളൊരു അഭിപ്രായമായിട്ട് അന്നത്തെ സിറിയയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തെ സിറിയയിലെ ഗവർണറായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹു രംഗത്ത് വരികയാണ്. അപ്പോൾ അവർ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ബൈഅത്തിനെ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിനെ അംഗീകരിക്കില്ല എന്നും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിനെ അംഗീകരിക്കണമെങ്കിൽ ഈ ഘാതകരെ പിടികൂടണം എന്നുള്ളൊരു വാശി പിടിച്ചു. അപ്പോൾ നേരെ തിരിച്ച് അലി റളിയല്ലാഹു അൻഹു കൃത്യമായിട്ട് പറഞ്ഞു, ഈ ആരെ ആണ് ഈ ഘാതകരെന്ന് പറഞ്ഞെങ്കിൽ ആദ്യം ഇവിടെയുള്ള ഈ കലുഷിതമായ സാഹചര്യത്തെ ഒന്ന് അടക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ വന്നിട്ട് നമ്മളെ ബൈഅത്ത് ചെയ്തു. ബൈഅത്ത് ചെയ്തതിന് ശേഷം ഖിലാഫത്തിലെത്തിയതിന് ശേഷം ഒരു അധികാരം ആ ഖിലാഫത്ത് സ്ഥാപിച്ചതിന് ശേഷം ഘാതകർ ആരാണെന്ന് കരുതിയിട്ട് അവരെ പിടികൂടാന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ ഉദ്ദേശമോ അതല്ലെങ്കിൽ അവരുടെ എന്താണെന്ന് അറിയില്ല, അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ പിടികൂടണം എന്നുള്ള ആ ഒരു വൈകാരികതനെ ജനങ്ങൾക്കിടയിൽ തെളിപ്പിച്ചു. അതിന് പല കാര്യങ്ങളും ഉപയോഗിച്ചു. അതിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തം പുരണ്ട വസ്ത്രത്തിനെ ഉപയോഗിച്ചു. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും അതിലുപയോഗിച്ചു. അവർ വൈകാരികതയിൽ തിളപ്പിച്ചു ജനങ്ങളുടെ വൈകാരികതനെ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ മുആവിയ റളിയല്ലാഹു അൻഹു യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഈ ഒരു മുസ്ലിങ്ങളെ നേരെ വരുന്ന ഒരു യുദ്ധത്തിനെ നേരിടുക എന്നുള്ള നിലക്ക് ആ യുദ്ധത്തിന് അലി റളിയല്ലാഹു അൻഹു നിർബന്ധിതരായിട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ യുദ്ധം നടക്കുന്നത് മുആവിയ വരുന്നത് സിറിയൻ ഭാഗത്തു നിന്നും അലി റളിയല്ലാഹു അൻഹു വരുന്നത് കൂഫ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഈ യുദ്ധം നടക്കുന്നത് യൂഫ്രട്ടീസ് നദീൻ്റെ തീരത്ത് വെച്ചാണ്. യൂഫ്രട്ടീസ് നദീൻ്റെ തീരത്തുള്ള സിഫീൻ എന്ന് പറഞ്ഞ ഗ്രാമത്തിലെത്തിയപ്പോഴാണ് ഈ 2 കൂട്ടരും മുഖാമുഖമായിട്ട് തമ്പടിച്ച് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ആദ്യം എത്തിയത് മുആവിയ റളിയല്ലാഹുവിൻ്റെ പക്ഷമായിരുന്നു. അവർ അലി റളിയല്ലാഹു അൻഹുവിന് വെള്ളം തടഞ്ഞു വെക്കുന്നൊക്കെ സാഹചര്യം ഉണ്ടായി. പക്ഷേ സഹാബാക്കളിൽ ബഹുഭൂരിപക്ഷം, അന്ന് ജീവിച്ചിരുന്ന സഹാബാക്കളിൽ ബഹുഭൂരിപക്ഷം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയായിരുന്നു. അവരുടെ ആ യുദ്ധവീര്യത്തിൽ അവരുടെ ഒരു ഘട്ടത്തിൽ വെള്ളം തടഞ്ഞു വെച്ചപ്പോൾ അവർ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷം പോയി ചെറിയ തരത്തിലുള്ള ഏറ്റുമുട്ടലുകളുണ്ടായി. ആ ഏറ്റുമുട്ടലുകൾ ആ വെള്ളം തടഞ്ഞു വെച്ചതിനെ അലി റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചു. പക്ഷേ അലി റളിയല്ലാഹു അൻഹു നേരത്തെ എതിർ പാളയം ചെയ്തതുപോലെ വെള്ളം ആർക്കും തടഞ്ഞു വെച്ചില്ല. അലി റളിയല്ലാഹു അൻഹു അത് ശത്രുക്കൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അതുപോലെ 3 മാസത്തോളം യുദ്ധം നടക്കാതെ ഒരു സംഘർഷം മൂർച്ഛിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ ഒന്നാമത് ഇസ്ലാമിൽ യുദ്ധം ഹറാമായ മാസങ്ങൾ കൂടിയായിരുന്നു. പിന്നെ ആ 3 മാസങ്ങൾക്ക് ശേഷമാണ് ഈ സഫർ മാസത്തിലാണ് യുദ്ധം നടക്കുന്നത്. അതൊരാഴ്ചയിലാണ് അതിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ളൊരു യുദ്ധം നടക്കുന്നത്. 3 ദിവസത്തോളമൊക്കെയാണ്. ആ സമയത്ത് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷം വളരെ മുന്നേറിക്കൊണ്ട് അവരെ കീഴടക്കുന്ന ഇതിൻ്റെ സാഹചര്യം വരെ എത്തി. ആ സാഹചര്യത്തിൽ പിന്നെ ഒരു നിലയില്ല എന്നുള്ള അവസ്ഥ എത്തിയപ്പോൾ ആയിരിക്കാം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ശത്രുപക്ഷത്തുള്ള ആളുകൾ ഈ യുദ്ധം അവസാനിപ്പിക്കണം, നമുക്ക് മധ്യസ്ഥരാവാം, നമ്മൾ 2 പക്ഷം മുസ്ലിങ്ങളല്ലേ പിന്നെ നമ്മൾ യുദ്ധം ചെയ്യുന്നത്, നമുക്ക് ഇടയിൽ തീരുമാനം പറയേണ്ടത്
ഖുർആനാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംസാരം കൊണ്ടുവന്നു. ആ സംസാരത്തിൽ അത് പല ആളുകൾക്കും അങ്ങനെയാണെങ്കിൽ സഹാബാക്കൾ ഒരു തരത്തിൽ ക്ഷീണിച്ചിരുന്നു. ഒരുപാട് കാലമായില്ലേ ഈ ഒരു ഫീൽഡിൽ യുദ്ധമുഖത്ത് നിൽക്കുന്നത്. അപ്പം അങ്ങനെ പക്ഷെ അലി റളിയല്ലാഹു ഒരു യുദ്ധത്തിന് ഇറങ്ങിയത് ഇതിൻ്റെ സത്യം വെളിപ്പെടുന്നത് വരെ അതിൽ നിന്ന് പിന്മാറണ്ട എന്നുള്ളൊരു ഒരു നിലപാടിലായിരുന്നു. പക്ഷെ പല സമ്മർദ്ദങ്ങളിലും അലി റളിയല്ലാഹു അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, ആ വിജയത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ അവിടുന്ന് പിന്തിരിപ്പിക്കുകയാണ്. അങ്ങനെ പക്ഷെ അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അത്രയും വലിയൊരു സഹാബാക്കൾ അല്ലെങ്കിൽ അത്രയും വലിയൊരു മുസ്ലിം സമൂഹം അതിൽ ഇൻവോൾവഡ് ആയി എന്നുള്ളതാണ്. അലി റളിയല്ലാഹുവിൻ്റെ പക്ഷത്ത് ഏകദേശം 1.25 ലക്ഷം, 1,30,000 എന്നൊക്കെയുള്ള എണ്ണമാണ് ചരിത്രത്തിൽ പറയുന്നത്. നേരെ അപ്പുറത്തെ പക്ഷത്ത് 1,00,000 താഴെ ഒക്കെയാണ്. പ്രമുഖരായ സഹാബികൾ അണിനിരുന്നു. ഉവൈസുൽ ഖർനുള്ളാഹിനെ പോലുള്ള ഏറ്റവും പ്രമുഖരായുള്ള താബികളൊക്കെ അണിനിരുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അതാണ് അതിൻ്റെ ഒരു സാഹചര്യം. അതിൽ ശരിയേത് അല്ലെങ്കിൽ ഹക്ക് ബാത്തിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ തലത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ജലീൽ മഹബൂബി, ഇപ്പോൾ സിഫീൻ യുദ്ധത്തിൽ 2 പക്ഷങ്ങൾ ഏറ്റുമുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഒരുപാട് ചരിത്ര സംഭവങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഒരു സംഗതി പ്രധാനപ്പെട്ട ഈ സിഫീൻ യുദ്ധത്തിൽ ഹക്ക് എന്ന് പറയുന്ന സംഗതി, ഒരു സത്യം ഒരു പക്ഷത്വം ആണല്ലോ ഉണ്ടാവുന്നത്. അത് ഒന്ന് വിശദീകരിക്കാൻ പറ്റും? ഉമ്മു സലമ ബിവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മിക്കവാറും ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ പല ഹദീസ് ഗ്രന്ഥങ്ങളും റിപ്പോർട്ട് ചെയ്തു. അലിയും മാൽ ഹക്ക്, അലിയും മാൽ ഹക്ക്, അലി എപ്പോഴും ഹക്കിനോട് കൂടെയാണ്. വൽ ഹക്കു മാലിയൻ, ഹക്ക് എപ്പോഴും അലിനോട് കൂടെയാണ്. വലം യഫ്തരിക, അത് രണ്ടും ഹത്തായരിത അലൽ ഹൗ, അത് രണ്ടും വേർപിരിയില്ല. അതായത് അലി റളിയല്ലാഹുവിനും ഹക്കും തമ്മിൽ ഒരിക്കലും വേർപിരിയില്ല. ഇത് ഹത്തായഫ്തരിക അലൽ ഹൗ, ഹത്തായരിത അലൽ ഹൗ, ഇത് ഹൗദുൽ കൗസറിൻ്റെ നാളെ ഹൗദുൽ കൗസർ കണ്ടുമുട്ടുന്നത് വരെ ഇത് രണ്ടും വേർപിരിയില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ എല്ലാ മറുപടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പൂർണ്ണമായിട്ടും പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം അത് സിഫീൻ യുദ്ധത്തിൻ്റെ ഒരു ചരിത്ര സംഭവത്തിൻ്റെ വിഷയം മാത്രമല്ല, അത് അന്ത്യനാൾ വരെയുള്ള കാലം, അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിലേക്കും സ്വർഗത്തിൽ എത്തുന്ന സമയം വരെയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് മൊത്തത്തിൽ ഇത് പറഞ്ഞിട്ടുള്ളത്. അത് അതായത് നമ്മൾ സിഫീൻ്റെ ഒരു ചരിത്ര സംഭവത്തിലും ഒരു പശ്ചാത്തലത്തിലും മാത്രം ഈ കാര്യങ്ങൾ ഒതുക്കാൻ പാടില്ല. അത് എല്ലാ കാലഘട്ടങ്ങളിലൂടെയും നമ്മുടെ ഈ കാലഘട്ടത്തിലും മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിലും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള കാലങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുടർന്നുള്ള കാലഘട്ടങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണെന്ത്, അലിയും അൽ ഹക്ക്, അലി ഹക്കിനോടൊപ്പമാണ്, അതോടൊപ്പം ഹക്ക് എപ്പോഴും അലിയോടൊപ്പം. ഇതിങ്ങനെ പോവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം തന്നെ നബി എല്ലാ രംഗത്തും അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫോളോ ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിലെ ഓരോ ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അത് നടപ്പിലാക്കിയത് നമുക്ക് നോക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് ഈ ദൗത്യം വരുമ്പോൾ ആദ്യമായിട്ട് ആ വിഷയം അംഗീകരിക്കുന്ന ആളായിട്ട് ഇപ്പോൾ ചരിത്രകാരന്മാരാണെങ്കിൽ ഇബ്നു ഇസ്ഹാഖിനെ പോലുള്ള ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ആദ്യമായി വിശ്വസിച്ചത് അലി റളിയല്ലാഹുവിനാണെന്ന്. ഇനി ഖദീജ ബീവി ആണെങ്കിൽ പോലും അവരെ വീട്ടിലുള്ള ഖദീജ ബീവിയുടെ ആ വിഷയത്തിനൊപ്പം ഉണ്ടായിരുന്നത്, ഈ വിഷയങ്ങളിലൊക്കെ കൂട്ടുണ്ടായിരുന്നത് അലി റളിയല്ലാഹുവിനായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ആര് രണ്ടാമത് ആര് എന്ന് വേർപിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അവിടെ അലി റളിയല്ലാഹു ഹക്കിനൊപ്പമായിരുന്നു എന്നുള്ള ഫസ്റ്റ് ആ ഒരൊറ്റ സംഭവം മുതൽ വരികയാണ്. മറ്റ് ഒരുപാട് എല്ലാ സഹാബാക്കളും എടുക്കുമ്പോൾ അവരോടൊക്കെ എത്ര പ്രമുഖരായ സഹാബാക്കളെ നിങ്ങൾ എടുത്തോളി, അവർക്കൊക്കെ ജാഹിലിയത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഇത് 8-ാം വയസ്സ് മുതൽ തന്നെ ഈ വിശ്വാസത്തിലേക്ക് വരികയാണ്. അതായത് 15 വയസ്സാവുമ്പോഴേ ഒരാൾക്ക്, അല്ലെങ്കിൽ ഇഹ്തിലാമോട് കൂടിയാണ് ഒരാൾക്ക് പ്രായപൂർത്തി എന്ന് പറഞ്ഞ ഘട്ടം വരുള്ളൂ. പക്ഷേ ഈ പ്രായപൂർത്തി ഘട്ടത്തിൽ പോയിട്ട് ഒരു ബാലൻ എന്നുള്ള ഘട്ടത്തിൽ തന്നെ അലി റളിയല്ലാഹു ഈ ഒരു ഹക്ക് അലി റളിയല്ലാഹുവിൻ്റെ ഒപ്പാണ് എന്ന് പറയുന്ന സംഗതി തുടങ്ങണം. അപ്പോൾ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി തൊബരി റിപ്പോർട്ട് ചെയ്ത സുന്നി പക്ഷത്തുള്ള ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്തപ്പെട്ടതുപോലെ ആദ്യം തന്നെ
പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻകിർ അശീറത്തക്കൽ അഖ്റബീൻ, നിങ്ങൾ അടുത്ത കുടുംബക്കാരോട് ഇത് പറയാമെന്ന് പറഞ്ഞപ്പോൾ 40 കുടുംബക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു കൂട്ടി. എന്നിട്ട് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദൗത്യം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും പ്രമുഖരായ പിൽക്കാലത്ത് വിശ്വസിച്ച ഹംസത്തുൽ ഖറാർ അള്ളാഹിനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിലും കുടുംബത്തിലെ പ്രധാനികളൊന്നും ആ ഒരു വിഷയം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഈ ഭക്ഷണം തയ്യാറാക്കാൻ ഉണ്ടായിരുന്ന 8 വയസ്സായ കുട്ടിയാണ് ആ സമയത്ത് ഇത് പിന്നെ ഈ ദൗത്യം പ്രഖ്യാപിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട്. അപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇതെൻ്റെ സഹോദരനാണ്. അവിടെ എല്ലാ പ്രഖ്യാപനവും ഈ ആൾക്ക് വേണ്ട ഇനി ഭാവി എന്താണ്, ഇത് ഹക്ക് സത്യം ഈ ആ വ്യക്തിയിലാണ് പോവുക എന്ന് അലി റളിയല്ലാഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ 2 ചേരിയായത് ഒന്നാമത് ഈ ദൗത്യം പ്രഖ്യാപിക്കുമ്പം തന്നെ ഉണ്ടായ ചേരി അലി റളിയല്ലാഹുവിനെ ചൊല്ലിയാണ്. കാരണം അതെന്താണെന്ന് വെച്ചാൽ അപ്പം തന്നെ അവർ പിരിഞ്ഞു പോയിട്ട് അബൂ താലിബിനോട് പോയിട്ട്, അബൂ താലിബേ പെങ്ങളോട്, അതായത് അലി റളിയല്ലാഹുവിൻ്റെ വാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകൻ, അപ്പോൾ സംരക്ഷകനോട് പറയുന്നത് എന്താണ്, ഇപ്പോൾ കണ്ടില്ലേ നിങ്ങളെ മകനെ ഈ ചെറിയ പിഞ്ചു പൈതലിനെ ഇത് ചെയ്യാനാണ് പിന്തുടരാനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പരിഹസിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൽ ആദ്യത്തെ പ്രശ്നം തുടങ്ങുന്നത് തന്നെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തെ ചൊല്ലിയാണ്. ഒരു വിഷയം അതല്ലാതെ പ്രവാചകത്വം പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ അതിൻ്റെ ഒരു വശം അവിടെയാണ്. അപ്പം ഈ പ്രവാചകത്വം എന്നുള്ള ദൗത്യത്തിൻ്റെ ഒരു വശം, ഇപ്പോൾ നമ്മൾ പ്രവാചകത്വത്തിൻ്റെ ഒരു വശമാണെന്ത്, ഈ ഒരു നുബുവത്തിൻ്റെ ഒരു വശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് പോലെ അതിൽ വിലായത്ത് എന്നുള്ളൊരു പക്ഷത്തിൻ്റെ ഭാഗം, അത് 2 നുബുവത്തും പ്രവാചകത്വവും വിലായത്ത് എന്നുള്ളൊരുണ്ട്. ഈ ഒന്നിൻ്റെ അധികാരി അലി റളിയല്ലാഹു അൻഹു. ഇത് രണ്ടും കൂടെയാണ് ഇവിടെ വന്നത്. ഇത് രണ്ടും ഒരു സഹോദര ഇതുപോലെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരൻ എന്ന് പറയുന്നത്. അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരനല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കുട്ടിനേക്കാളും പ്രായം കുറവാണ് അലി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മകൻ ഉണ്ടാകുമായിരുന്നില്ല, അതിനേക്കാളും പ്രായം കുറവാണ് അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചു. പക്ഷെ അലി റളിയല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറഞ്ഞത് എന്താണ്, എൻ്റെ സഹോദരൻ എന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതാണ് ഹക്ക്. അലി റളിയല്ലാഹു അൻഹുവാണ് ഹക്ക് എന്നുള്ളതാണ്. നമ്മൾ ഹക്ക് വേറൊരു സംഗതിയും അലി റളിയല്ലാഹു വേറൊരു സംഗതി എന്നല്ല. ഹക്ക് എന്ന് പറഞ്ഞാൽ അത് അലി റളിയല്ലാഹുവിനാണ്. അതെപ്പോൾ എങ്ങോട്ട് തിരിയുന്നോ അങ്ങോട്ട് ഹക്ക് പോകുന്നുള്ളതാണ്. നിങ്ങൾ സമൂഹം മുഴുവൻ ഒരു ഭാഗത്തേക്ക് പിന്തിരിഞ്ഞ് നടന്നാലും അലി റളിയല്ലാഹു വേറൊരു ഭാഗത്തേക്ക് തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ അലി റളിയല്ലാഹുവിൻ്റെ ഒപ്പം കൂടിക്കോളി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ പശ്ചാത്തലം അതാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ അത് ഓരോ ഘട്ടത്തിൽ നമ്മൾ ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം മിഅ്റാജിലുണ്ടായ വിഷയങ്ങൾ, നമ്മൾ ബദറിലേക്ക് വരുമ്പോൾ, പിന്നെ ഉഹദിലേക്ക് വരുമ്പോൾ, അവിടെയൊക്കെ ഓരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ഘട്ടത്തിലും അവസാനത്തെ വഫാത്തിൻ്റെ ഘട്ടത്തിലും അവിടെ ഒക്കെ അലി റളിയല്ലാഹു അൻഹുവാണ് ഉള്ളത്. പിന്നെ നമ്മൾ 3 ഖലീഫമാരുടെ കാലഘട്ടത്തിലും 3 ഖലീഫമാരുടെ കാലഘട്ടത്തിലും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ റോള് വളരെ വലുതാണ്. അത് നമുക്ക് വിശദീകരിക്കാം. പക്ഷേ ഇങ്ങനത്തെ ഒരാളോട് താരതമ്യം ചെയ്യാൻ നമ്മൾ കൊണ്ടുവരുന്നത് ആരാണ്? ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രചരണങ്ങളുണ്ട്. അലി റളിയല്ലാഹുവിനെതിരെ വളരെ ശക്തമായിട്ട് ചില പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പുസ്തകങ്ങൾ എഴുതാണ്. അപ്പോൾ അവർ 4ാം ഖലീഫ ആകാൻ അലി റളിയല്ലാഹു അൻഹു യോഗ്യനല്ല എന്നുള്ള വിഷയത്തിലേക്കാണ് ഇപ്പം ആ പുസ്തകരചന പോലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കന്നാൻ്റെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, നൂഹ് നബിൻ്റെ മകനെ കുറിച്ച്, പിന്നെ ഇന്നഹു അമലുൻ വൈറു സാലിഹ്, അതൊരു നല്ല സന്താനമല്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനത്തെ ചില ആൾക്കാർ പിന്നെ ഇപ്പോൾ ചില പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലെ വിഷയം അലി റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെ ഇകഴ്ത്താൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതിനെ അലി റളിയല്ലാഹു അൻഹു ബദലോല് നിർത്താൻ ശ്രമിക്കുന്ന ആളാരാണ്? അബൂ സുഫിയാൻ്റെ മകൻ, യസീദിൻ്റെ വാപ്പ, അല്ലേ? എങ്ങനെ അത് തുലനം ചെയ്യാൻ പറ്റണേ? ഏത് അർത്ഥത്തിലാണത്? ഇസ്ലാമിക ലോകത്തല്ല, ഒരു സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യ ചരിത്രത്തിൻ്റെ ഇതിൻ്റെ രാഷ്ട്രീയമായ വശങ്ങൾ മാത്രം നോക്കി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ അത് തുലനം ചെയ്യാൻ പറ്റുക? ഇസ്ലാമിൻ്റെ ഈ ചരിത്രത്തിലെ എക്കാലത്തും വരുന്ന ഇതുവരെ വന്ന കാലത്ത് സമ്പൂർണ്ണമായ മാതൃക എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ നമ്മൾ മാതൃക ആക്കണം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ മാതൃക ആക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതല്ല നമ്മൾ പഠിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക ആക്കേണ്ട രൂപം എങ്ങനെയാണെന്ന് നമ്മൾ ആരെത്തുന്ന പഠിക്കുക?
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് 40-ാമത്തെ വയസ്സിൽ ഈ വഹി ഈ പ്രവാചകത്വം വരുന്നത്. അതിനുശേഷമുള്ള ഓരോ കാലഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഈ ഖുർആൻ ഇറങ്ങണതും വഹി ഇറങ്ങണതുമാണ് ഇത് ചെയ്യപ്പെടുന്നത്. ഇതാരാണ് ഇത് എങ്ങനെയാണ് ഇതിനെ പിന്തുടരേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചിടത്തോളം അത് വഹി ഇറങ്ങുന്നതാണ് അല്ലേ. അത് അത്ഭുതമാണ്. അല്ലെങ്കിൽ അത് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തൊരു കാര്യമാണ്. അതൊരു പ്രവാചകന്റെ മാത്രം പറ്റി. അതിനെങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്, അതിനെങ്ങനെയാണ് പിന്തുടരേണ്ടത് എന്നുള്ളതിനൊരു മാതൃക വേണമല്ലോ. ഇപ്പം നിങ്ങളൊരു കുട്ടിക്കാലത്ത് എങ്ങനെ നിങ്ങൾ ഈ ദീന് കൊണ്ടുനടക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ മാതൃക പറയാല്ലേ? കാബയിൽ ജനിച്ച 8-ാം വയസ്സിൽ ഈ കുട്ടിക്കാലത്ത് തന്നെ ഇസ്ലാമിനെ ഏറ്റെടുത്ത അതിനെങ്ങനെ ഇത് ചെയ്യണമെന്ന് അലി റളിയല്ലാഹു മാത്രമാണ് അതിലെ മാതൃക. അപ്പോൾ പിന്നെ അത് ഓരോ ഘട്ടത്തിലും ഒരു 63 വയസ്സ് വരെ അലി റളിയല്ലാഹു അൻഹു അതിൻ്റെ സമ്പൂർണ്ണമായ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മാതൃക, ഒരു യോദ്ധാവിൻ്റെ മാതൃക, ഒരു രാഷ്ട്രീയക്കാരൻ്റെ മാതൃക, ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ളത്. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു രാഷ്ട്രീയപരമായൊരു വശം മാത്രമാണ്. ഇപ്പോൾ ഷിയാക്കളാണെങ്കിൽ ഷിയാക്കൾ അതിൻ്റെ ഒരു രാഷ്ട്രീയമായ വശത്തെ മാത്രം ഊന്നിക്കൊണ്ടുള്ള ഒരു നിലനിൽപ്പിനാണ് നമ്മൾ ഷിയായിസം എന്ന് പറയാം. കാരണം ഓരോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഒരു രാഷ്ട്രീയമായൊരു ഖിലാഫത്ത് വന്നപ്പോൾ ആ ഖിലാഫത്ത് എടുക്കേണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് ഒരു സമൂഹത്തിൻ്റെ ഉണ്ടായ ഒരു തീരുമാനം. ആ തീരുമാനത്തെ ഈ ഷിയാക്കൾ അംഗീകരിക്കണില്ല. അത് അലി റളിയല്ലാഹു അൻഹു അതിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദൗത്യത്തെ അലി റളിയല്ലാഹു അൻഹു ഫോളോ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അടുത്ത ഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം വന്ന് 10 കൊല്ലത്തോളം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് വന്നു. ഇതിനൊക്കെ എങ്ങനെയാണ് ഇതിന് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളൊരു മാതൃക വേണ്ടത്. ഇതെങ്ങനെയാണ് ഈ ഒരു ഖിലാഫത്ത് വരുമ്പോൾ ആ ഖിലാഫത്തിൻ്റെ അംഗീകാരം തന്നെ ആരാണ്? അലി റളിയല്ലാഹു അൻഹു ആണ്. കാരണം അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലൗലാ അലിയുന്ന ഹലക ഉമർ, അലി ഇല്ലായിരുന്നെങ്കിൽ ഉമർ നശിച്ചേനെ എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? ആയിഷ ബീവിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്നദറു ഇലാ വജ്ഹി അലിയിൻ ഇബാദ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തേക്ക് നോക്കൽ ഇബാദത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. ഒരു ഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്ത ആയിഷ ബീവിയാണ് സംഗതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റൊരു വശത്ത് അത് ദിക്റു അലിയിൻ ഇബാദ, അലി റളിയല്ലാഹു അൻഹു സ്മരിക്കൽ ഇബാദത്താണെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇങ്ങനെയാണ് ചരിത്രത്തിൽ അത് അലി റളിയല്ലാഹു അൻഹു ആ കാലഘട്ടങ്ങളിലൊക്കെ സ്വീകരിച്ച ദൗത്യം ഓരോ ഖലീഫമാരോട് എങ്ങനെ സ്വീകരിക്കേണ്ടത് അതൊക്കെ മാതൃകയാണ്. അപ്പോൾ അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ സിഫീൻ്റെ കാര്യത്തിലേക്ക് വരിക. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ 2 ജീവിത ഘട്ടങ്ങളാണ്. ഒന്ന് അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച ജീവിതം. 2 3 ഖലീഫമാരുടെ കാലത്ത് ജീവിച്ച ജീവിതം. അവിടെ യുദ്ധത്തിന് പോവല്ലായിരുന്നു. അവിടെ ഒരു ആധ്യാത്മിക പുരുഷൻ, ഒരു ആധ്യാത്മിക വ്യക്തിത്വം, നമ്മളിപ്പോൾ ഒരു സന്യാസം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സൂഫി ആധ്യാത്മിക പുരുഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ രൂപവൽക്കരണമായിരുന്നു അലി റളിയല്ലാഹു അൻഹു നടത്തിയത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് രാഷ്ട്രീയമായി സൈനിക മേധാവിത്വം ഇതിൻ്റെയൊക്കെ ഏറ്റവും അങ്ങേയറ്റത്ത് ലോക ചരിത്രത്തിലില്ലാത്ത മാതൃകകൾ. അതേസമയം ആ ഒരു വ്യക്തിത്വം തന്നെ 33 വയസ്സ് കഴിയുമ്പോൾ വലിയൊരു ധ്യാനി, ഒരു സന്യാസി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ അതുല്യമായ മാതൃക കാണിക്കുക. എന്നിട്ടാണ് ആ ആള് ഇസ്ലാമിക ദൗത്യത്തിൻ്റെ മൊത്തം അധിപൻ എന്നുള്ള നിലക്കുള്ള ഖിലാഫത്തിൻ്റെ ഉത്തരവാദിത്തം, പ്രത്യക്ഷമായ ഖിലാഫത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ആ പ്രത്യക്ഷമായ ഖിലാഫത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അർഹനാണോ അല്ലേ എന്ന് ചിന്തിക്കാൻ പോലും അലി റളിയല്ലാഹു അൻഹു പോലെ യോഗ്യതയുള്ള ഒരാളും അവിടെ സമൂഹത്തിലില്ല എന്ന് ഖുർആൻ കൊണ്ടും അല്ലെങ്കിൽ അതുവരെയുള്ള ചരിത്രങ്ങളെ കൊണ്ടും നമുക്ക് ആ സമൂഹത്തിൽ അലി റളിയല്ലാഹു അൻഹു പോലെ ആ വിഷയത്തിൽ തീരുമാനം. അപ്പോൾ അവിടെ അലി റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ, ഞാൻ ഖലീഫയാണെന്നുള്ള തീരുമാനം എടുത്തെങ്കിൽ അലി റളിയല്ലാഹു അൻഹു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരി. അതൊന്നാമത് മനസ്സിലാക്കണം. അലി റളിയല്ലാഹു അൻഹു തീരുമാനം എടുക്കേണ്ടത്. കാരണം ഒരു പ്രവാചകനാണെന്ന് പ്രഖ്യാപിക്കണ വേറെ ആൾക്കാർ വന്നിട്ട് പ്രഖ്യാപിച്ചിട്ട് പ്രവാചകനാണ്. ഒരു പ്രവാചകനാവണം എന്തുകൊണ്ടല്ല, വേറെ നാട്ടുകാർ വന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതല്ല, ആളുകൾ വന്ന് പ്രഖ്യാപിച്ചിട്ടുമല്ല. പ്രവാചകനാവുന്നത് ഞാൻ പ്രവാചകനാണെന്ന് 1.25 ലക്ഷം പ്രവാചകന്മാരും ഞാൻ പ്രവാചകനാണെന്ന് വന്ന് പറഞ്ഞു. അവരാണ് പറയുന്നത്. ഖലീഫ യഥാർത്ഥത്തിൽ ഖലീഫ ആണെങ്കിൽ ഞാൻ ഖലീഫയാണ്, അള്ളാഹുവിൻ്റെ ഖലീഫയാണെന്ന് ആൾക്ക് പ്രഖ്യാപിക്കാൻ പറ്റണം. അതിൻ്റെ ഏറ്റവും വലിയ. ഇപ്പം നമ്മളിപ്പോൾ ഈ അലി റളിയല്ലാഹു അൻഹു 4ാം ഖലീഫയാണോ എന്നുള്ളതല്ല അതിൻ്റെ പ്രശ്നം. അള്ളാഹു ഇന്നി ജായിലും ഫിൽ അർദി ഖലീഫ എന്ന് പറഞ്ഞൊരു ഖലീഫ ഉണ്ട്. ഇന്നി ജായിലും ഫിൽ അർദി ഖലീഫ, ഞാൻ ഭൂമിയിലൊരു, അത് ആ ലോകത്ത് ഓരോ കാലഘട്ടത്തിലും ഒരു ഖലീഫയിൽ
നിലകൊള്ളുന്ന ഒരു ഉത്തരവാദിത്തം എല്ലാ കാലഘട്ടത്തിലും ആ ഖലീഫ നിലനിൽക്കണം. ആ ഖലീഫ ആ കാലഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹു ആണ്. അത് പ്രത്യക്ഷമായി പോയും പറഞ്ഞോളുന്നില്ല. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു അത് പറഞ്ഞു. മറ്റുള്ള ഖലീഫമാരുടെ ദൗത്യത്തെ അലി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു എന്നുള്ളതാണ് ആ ദൗത്യത്തിൻ്റെ പോലും ഒരു പൂർത്തീകരണത്തിനും അതിൻ്റെ അവസ്ഥകൾക്കുമുള്ള വിഷയം. അപ്പം നിങ്ങൾ ചോദിച്ച വിഷയം സിഫീനിലാണെങ്കിലും ഏത് സമയത്തിലാണെങ്കിലും അലി റളിയല്ലാഹു അൻഹുവിനോടൊപ്പമാണ് ഹക്ക് എന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞ ഹദീസ് ബസ്സാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. ഹദീസുകളിൽ മുസ്നദിലുള്ളതാണ് മൂപ്പരെ. രണ്ടാമത്തത് അത് പിന്നെ ഇബ്നു അസാക്കിറിൻ്റെ, അതുപോലെ താരീഖ് ദിമഷ്ക് ബഗ്ദാദിൽ ഖതീബുൽ ബഗ്ദാദി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ വിഷയത്തിലേക്ക് പോകുമ്പോൾ ഇവർ രണ്ട് കൂട്ടർ ഒന്ന് സുന്നികളെ ഭാഗത്തുനിന്ന് ഹദീസുകൾ വരുമ്പോൾ ഇവർ പറയും അതൊന്നും ശരിയല്ല എന്ന് ഷിയാക്കൾ പറയും. ഷിയാക്കളുടെ ഹദീസുകളൊക്കെ കടത്തിക്കൂട്ടിയതാണെന്ന് സുന്നികളും പറയും. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നിന്ന് നമ്മളെങ്ങനെയാണ് ഇതിലൊരു നയം സ്വീകരിക്കുക? അപ്പം അത് ഒരു പക്ഷേ അതിൻ്റെ അപ്പുറത്ത് പിന്നെ അതത് കാലഘട്ടങ്ങളിൽ നമ്മൾ മശായിഖം ഈ ഔലിയാക്കന്മാരായിട്ടുള്ള സൂഫികളായിട്ടുള്ള മഹാരഥന്മാർ മുന്നോട്ട് വെച്ച കശ്ഫിൻ്റെ മാർഗ്ഗങ്ങൾ, വെളിപാടിൻ്റെ മാർഗ്ഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആളുകളോടോ അതുപോലെയുള്ള മശായിഖന്മാരുടെ പിന്തുടർച്ചകളോട് നമ്മൾ അവരുടെ കശ്ഫിൻ്റെ വഴികളിലൂടെ പിന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഒരു വിവാദങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുമ്പോൾ പിന്നെ കാരണം ഇപ്പോൾ ബുഖാരിക്ക് എന്താ തെളിവ് എന്ന് ചോദിച്ചിട്ട് ഒരാൾ പറഞ്ഞാൽ നമ്മളെന്താ പറയുക? ബുഖാരിക്ക് ഇപ്പം എന്താ തെളിവ് ചോദിച്ചാൽ ഖുർആനിൽ ബുഖാരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് എപ്പോഴെങ്കിലും പിന്നെ ബുഖാരി എന്ന് പറഞ്ഞിട്ടൊരു ആൾ വരും, ബുഖാരി ഇമാം എന്ന് പറഞ്ഞിട്ടൊരാൾ വരും എന്ന് ഈ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അവിടെ മൂപ്പരും ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ അതിനെന്താ തെളിവ് എന്ന് ചോദിച്ചപ്പോൾ എന്താ നമ്മൾ പറയാം? അതേപോലെ തന്നെയാണ് എല്ലാറ്റിൻ്റെയും കഥ. അപ്പോൾ തെളിവുകൾ ചോദിക്കുമ്പോൾ പിന്നീട് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, ചരിത്രപരമായ ആ കാര്യങ്ങളെ വിശകലനം ചെയ്യുക എന്നുള്ളതേ മാതൃക ഉണ്ടാവും. ചരിത്രപരമായിട്ട് എല്ലാവർക്കും ഉറപ്പാണ് നാലാമത് ഖലീഫ അലി റളിയല്ലാഹു അൻഹു സംഭവിച്ച സംഭവമാണ്. എല്ലാവരും അംഗീകരിച്ചു, എല്ലാവരും അതിനെ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും അതിനെ അംഗീകരിച്ചു. ഒരു ഭാഗത്ത് അംഗീകരിക്കാത്ത കുറച്ച് ചേരി ഉണ്ടാവും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം അംഗീകരിക്കാത്ത മുൻകാല പ്രവാചകന്മാരുടെ ഗ്രൂപ്പുകൾ ഇഷ്ടം പോലെ ഇല്ലേ? ഇപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഗ്രൂപ്പുണ്ട്, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഗ്രൂപ്പുണ്ട്. അങ്ങനെ പല പ്രവാചകന്മാരുടെയും ഗ്രൂപ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം വന്നപ്പോൾ അംഗീകരിച്ചിട്ടില്ല. അതേപോലെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ദൗത്യം വരുമ്പോൾ അംഗീകരിക്കാത്ത ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതല്ല പ്രശ്നം. അത് ഇത്തരത്തിലുള്ള പലതരത്തിൽ മുൻഗാമികളായ ആളുകളെ പ്രകീർത്തിച്ചുകൊണ്ടും അവരെ മധു പറഞ്ഞുകൊണ്ടും ഇപ്പം നമ്മളിപ്പം ക്രിസ്ത്യാനിസം എന്ന് പറഞ്ഞാൽ രൂപപ്പെടുന്നത് എന്താണ്? മൂസാ നബി അലൈഹി സ്വലാമിനെ പിന്തുണച്ച് അല്ലെങ്കിൽ അതുപോലത്തെ പ്രവാചകന്മാരെ പിന്തുണച്ച് വന്നിരുന്ന ഒരു കൂട്ടർ ഈസാ നബി അലൈഹി സ്വലാം വന്നപ്പം അദ്ദേഹത്തെ പിന്തുണക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതേപോലെ പിൽക്കാലം അപ്പോൾ അതത് മുൻകാലഘട്ടത്തിൽ ഒരു ഖലീഫന്റെ ആൾക്കാർ എന്ത് ചെയ്യും? ചിലപ്പോൾ അടുത്തൊരു ഖലീഫ വരുമ്പോൾ അത് അംഗീകരിക്കൂല എന്ന് പറയും. പക്ഷെ അപ്പോൾ നോക്കേണ്ടത് അതത് കാലഘട്ടത്തിലെ ഖലീഫ ആരാണ്, ആ ഖലീഫയിലേക്ക് മുന്നിടുകയും ആ ഖലീഫയെ അംഗീകരിക്കുമെന്ന് പറഞ്ഞതാണ് ഹക്ക്. അപ്പം അലി റളിയല്ലാഹു അൻഹു ആണ് ഹക്ക് എന്ന് പറഞ്ഞത് ചെറിയൊരു വിഷയമല്ല. അത് അന്നത്തെ ഒരു ചരിത്ര വിഷയത്തെ മാത്രം നമ്മൾ ഇതാക്കിയാൽ പോരാ. അത് കത്താ എരിതാലൽ ഹൗദ് എന്നാ പറഞ്ഞു. നാളെ ഹൗദുൽ കൗസർ വരുന്നവരെ ഈ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വിഷയമായിരിക്കും ഹക്ക്. അതിപ്പോഴും അങ്ങനെയാണ്. അപ്പം അത് എവിടെയാണ് അലി റളിയല്ലാഹു അൻഹു ആണ് ഹക്ക് എന്നുള്ളത്, അത് ആ ഹക്ക് എവിടെ ഉള്ളത് എന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ ആ ഹക്കിനെ കണ്ടെത്തുകയോ ചെയ്യണം. അപ്പം അത് ഓരോ കാലഘട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ ബാധകമാണ്. അപ്പം അതിനെതിർത്തൊരു ചേരി ഉണ്ടാവും. അതിനാണ് നമ്മൾ പിന്നെ ഈ അവിടെ ഇപ്പം അന്ന് സിറിയ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന ഒരു വിഭാഗം, അവരുടെ ഒരു ചേരി ആ രൂപം അത് അവർ മുൻഗാമികളായ ഖലീഫമാനെ അംഗീകരിക്കും. പിൽക്കാലത്തുള്ള ആ സമൂഹത്തിൽ ആ കാലഘട്ടത്തിൽ വന്ന് ഖലീഫനെ അംഗീകരിക്കും. ഇതിനെക്കുറിച്ചാണ് മുസ്ലിമിൽ പറഞ്ഞത്. സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ 2 റിപ്പോർട്ടുകളുണ്ട്. എന്ത്? മൻ മാത്ത വലം യാരിഫ് ഇമാമ സമാനിഹി മാത മീതതൻ ജാഹിലിയ. ഒരാൾ പിന്നെ തൻ്റെ കാലഘട്ടത്തിലെ ഇമാമിനെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ജാഹിലിയ സമൂഹത്തിൽ, അതായത് ഒരു പ്രവാചകൻ ഇല്ലാത്ത സമൂഹത്തിൽ ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ അയാളുടെ വിധി എന്തായിരിക്കും? അതാണ് മല്ലം യകുൻ ഫി ഉനുഖിഹി ബയ്യത്തുൻ. ഒരാൾ ഇതിൽ ബയ്യത്തില്ലെങ്കിൽ അയാൾ മറ്റ് മീത്തൻ ജാഹിലിയ എന്ന് പറഞ്ഞു. അപ്പം അത് എല്ലാ കാലഘട്ടത്തിലും ബാധകമാണ്. ഇപ്പം ഈ കാലഘട്ടത്തിലാണെങ്കിലും നമ്മൾ മുൻഗാമികളായ ആളുകളുടെ കാലഘട്ടത്തിലാണ് അലി റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരുപാട് മഹാന്മാർ റിപ്പോർട്ട് ചെയ്തപ്പെട്ട ഖുർആൻ്റെ ഒരു വ്യാഖ്യാനമുണ്ട്.
ആ വ്യാഖ്യാനം എന്താ? ഇന്നമാന്ത മുന്തിറുൻ വലികുല്ലി ഖൗമിൻ ഹാദ്. ഇന്നമാന്ത മുന്തിറുൻ എന്ന ഇത് ഖുർആനിലെ ആയത്തിറങ്ങിയത്. ഇന്നമാന്ത മുന്തിറുൻ, നബിയെ അങ്ങ് ഒരു താക്കീതുകാരനാണ്. വലികുല്ലി ഖൗമിൻ ഹാദ്, എല്ലാ സമുദായത്തിനും ഒരു സന്മാർഗദർശകൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്തായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്തിറങ്ങിയപ്പോൾ ആയത്തിനെ വിശദീകരിച്ചു. എങ്ങനെ? ഇന്നമാന്ത മുന്തിറുൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നെയാണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വലി ഖൗമിൻ ഹാദ്, എല്ലാ സമുദായത്തിനും ഒരു സന്മാർഗദർശകൻ ഉണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അലി റളിയല്ലാഹു അൻഹുവിനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അപ്പം അത് എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമുദായത്തിനും ആ സന്മാർഗദർശകനായിട്ട് അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സിഫീനിലായാലും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷം പിടിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനായ ഒരു വ്യക്തിയുടെ ബാധ്യത. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സങ്കല്പിക്കണം എന്ത്? ഇപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹു ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് അലി റളിയല്ലാഹു അൻഹുവിനെ എതിർത്ത ആളുകളുണ്ട് എന്നൊക്കെ. അപ്പോൾ നമ്മൾ മറ്റുള്ള സഹാബാക്കളാണോ ഒരു സഹാബാക്കളല്ലേ എന്നുള്ളത് നമ്മുടെ ചർച്ചാ വിഷയമല്ല. നമ്മളെ വിഷയം എന്താണ്? അവർ എത്ര വലിയ സഹാബി ആയാലും എത്ര വലിയ ആളായാലും അത് നമ്മൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ള ഉച്ചസ്ഥരം പറയാന്നില്ല. ആ ഉച്ചസ്ഥരം പറയുമ്പോൾ അത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒപ്പാണ് ഹക്ക് എന്നുള്ളത്. നിങ്ങൾ എടുത്തോളിന്ന്, നിങ്ങളിപ്പോൾ മൂപ്പര പക്ഷം ആയിക്കോളി, അല്ലെങ്കിൽ സിറിയക്കാരെ അബൂ സുഫിയാന്റെ മകന്റെ പക്ഷം ആയിക്കോളി, നമുക്ക് കുഴപ്പമൊന്നുമില്ല, അത് സ്വഹാബിയാണ്. പക്ഷേ അലി റളിയല്ലാഹു അൻഹു പോലെ ഒരാളെ മാറ്റി നിർത്തിയിട്ട് എത്ര വലിയ കീടമായിരിക്കണം മോന്. ഇതില് പിന്നെ ഇപ്പൊ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഒക്കെ സിഫീൻ യുദ്ധത്തിനെ കാണുന്നത് ഒരു ഹക്കും ബാത്തിലും തമ്മിലുള്ളൊരു യുദ്ധമായിട്ടാണല്ലോ. അപ്പോൾ ഒരു ഭൗതികമായിട്ടൊരു സംഭവം നടക്കുമ്പോൾ നമ്മളിപ്പോൾ ചരിത്രം പറയുന്നത് പോലെ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ ആന്തരികമായിട്ടും അതിനൊരു തലങ്ങളുണ്ടാവുമല്ലോ. അപ്പൊ ഈ സിഫീൻ യുദ്ധത്തില് ആളുകൾ പൊതുവെ അത് പറയാൻ മടിക്കുന്നത് ഇതിനൊരു ഭൗതികമായിട്ടുള്ളൊരു സംഭവ വികാസങ്ങൾ പറഞ്ഞിട്ടാണ്. സിഫീനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട മുസ്ലിങ്ങളും അല്ലേ. പക്ഷെ ശരിക്കും നമ്മളെപ്പോഴും ഹക്കിനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഹക്കിന്റെ ഭാഗത്ത് നിൽക്കുക, അത് എന്താ പ്രഖ്യാപിക്കുകയും ചെയ്യണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾക്ക് അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് പിന്നെ അതാണ് ഈമാന്റെ ലക്ഷണം, അതാണ് ഈമാൻ. രണ്ട്, അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾക്ക് വിദ്വേഷം വരിക, അല്ലെങ്കിൽ ഒരു കുറവ് എന്നൊക്കെ പറയില്ല നമ്മൾ, ഒരു അസൂയ അല്ലെങ്കിൽ ഒരു ഇത് വരിക, അത് മുനാഫിക്കിന്റെ ലക്ഷണം. അതാണ് അളവുകോല്. അതപ്പോൾ അത് ഏത് കാലഘട്ടത്തിലും പിന്നെ ഈ മുനാഫിക്കിനെയും മൂമിനെയും വേർതിരിക്കണ ഒരു ഘടകമാണത്. ഈ മുനാഫിക്കിനെയും മൂമിനെയും വേർതിരിക്കൽ രണ്ട് തരത്തിൽ നമ്മൾ നടത്താം. ഒന്ന്, നമ്മളൊരു സമൂഹത്തിൽ നമ്മളിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സമൂഹം നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രവാചകനായിട്ടുണ്ട്, അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ അതിൽ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് പിന്നെ മൂമിനീങ്ങൾ, ഒന്ന് മുനാഫിക്കീങ്ങൾ. ഈ മുനാഫിക്കീങ്ങളും എന്ന് പറഞ്ഞാൽ, മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം കപടന്മാർ. മറ്റത് നമ്മൾ പിന്നെ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്. അതിനെ നമ്മൾ വിശ്വാസം എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. അത് അതിൻ്റെ യഥാർത്ഥ പേരാണ്. അത് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്. അപ്പോൾ ആ മുഅ്മിനാവുക എന്ന് പറഞ്ഞാൽ ഓലൊരു അമ്നി, ഒരു നിർഭയത്വത്തിൻ്റെ ഒരു ഇത് അവർ സ്വീകരിക്കുന്നുണ്ട്. ആ സ്വീകരിക്കുന്നത് കൊണ്ടാണ് അവർ മുഅ്മിൻ എന്ന് പറയപ്പെടുന്നത്. അപ്പം ആ സമൂഹത്തിൽ മുഅ്മിനുണ്ട്, ഒരു മുനാഫിക്കുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽ. അപ്പോൾ അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ തബൂക്ക് യുദ്ധത്തിൽ പിന്നെ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് തൻ്റെ കുടുംബത്തിൻ്റെ ചുമതലകൾ ഏൽപ്പിച്ച് അവിടെ. അപ്പോഴേക്കും മുനാഫിക്കുകൾ പറഞ്ഞു നടന്നു എന്ത്, ഈ അലി ഇപ്പം കണ്ടില്ലേ, അലി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കി. അപ്പം എന്താണെന്ന് വെച്ചാൽ ആ വിദ്വേഷ പ്രചരണം, അലി റളിയല്ലാഹു അൻഹുവിനെതിരുള്ളൊരു വിദ്വേഷം അവിടെ ഇങ്ങനെ അവർ ഇത് ചെയ്യാണ്. പക്ഷെ അവരൊക്കെ പള്ളിയിൽ വന്ന് നിസ്കരിക്കണവരാണ്. അപ്പം ഇത് നമ്മളുടെ ഓരോ കാലഘട്ടത്തിലും ഓരോ സമൂഹങ്ങളിലും, ഇപ്പം നമ്മുടെ കാലഘട്ടത്തിലാണെങ്കിലും ഈ മുനാഫിക്കും ഉണ്ടാവും, ഈ മുഅ്മിനും ഉണ്ടാവും. ഈ മുനാഫിക്കിൻ്റെ ലക്ഷണം എപ്പോഴും എന്താണ്? ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഒന്ന് ഫേസ്ബുക്കിൽ ഈ വൈറു സാലിഹ് എന്ന് പറഞ്ഞിട്ടൊരു പുതുപൊന്നാനിക്കാരൻ പലത് എഴുതി വിടാൻ കണ്ടില്ലേ. അതൊക്കെ എന്താണ്? ഈ മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ അയാൾക്കുള്ള ഒന്നാമത്തെ ലക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലക്ഷണമാണ് അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള ഒരു ഈർഷ്യ. അലി റളിയല്ലാഹു അൻഹുവിനോട് ദേഷ്യമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള വിദ്വേഷമോ അല്ലെങ്കിൽ മനസ്സിലൊരു ചെറിയൊരു അംശമുള്ളവനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിലിങ്ങനെ മറ്റേ പക്ഷമാണ് ശരിയെന്ന് പറയാൻ തോന്നുള്ളൂ. അപ്പോൾ അവരുടെ ഒരു ഇത്, അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ലക്ഷ്യസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, അതായത് നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ. അതായത് അതിൻ്റെ മുമ്പിൽ ചിലപ്പോൾ ഇവർ പറയുന്ന ലോകത്തെ വലിയ തമ്മാടികളും ലോകത്തെ വലിയ കൊലപാതകികളും വലിയ വ്യഭിചാരികളും ഒക്കെ, അല്ലെങ്കിൽ പിന്നെ മതനിഷേധികളും
അല്ലെങ്കിൽ ഈ നിരീശ്വരവാദികൾ ഇങ്ങനെ പറയാവുന്ന എല്ലാം കഴിഞ്ഞിട്ടുള്ള ഏറ്റവും അടിത്തട്ട് ആർക്കുള്ളതാണ്? ഇവർക്കുള്ളതാണ്, മുനാഫിക്കുകൾക്കുള്ളത്. ആ മുനാഫിക്കിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് അത് ഓരോ കാലഘട്ടത്തിലും ആ മുനാഫിക്ക് ഉണ്ടാവും ഓരോ സമൂഹത്തിലും. അപ്പൊ അതത് കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന നമ്മൾ അലി റളിയല്ലാഹുവിന്റെ പക്ഷം പിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഹക്കിന്റെ പക്ഷം പിടിക്കുന്നു. അതിന്റെ എതിർ ചേരിയായിട്ടുണ്ടാവുന്ന ഒരു പക്ഷം എന്ന് പറയുന്നത് എപ്പോഴും ആ നിഫാഖ്, ആ മുനാഫിക്ക് എന്നുള്ള ആ നരകത്തിന്റെ അടിത്തട്ടിലുള്ള ആളുകളുടെ സ്വഭാവത്തിന്റെ ആളുകൾ ഓരോ സമൂഹത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഓരോ സമൂഹത്തിലും നമ്മൾ സ്വയം തിരിച്ചറിയേണ്ടത് നമ്മളിൽ ഓരോ വ്യക്തിയിലും എന്തുണ്ടാവും? ഈ പ്രവണത ഉണ്ടാവും. കാരണം ഈ രണ്ട് പ്രവണത, മുനാഫിക്കിന്റെ ഒരു പ്രവണതയും ഒരു മൂമിന്റെ ഒരു പ്രവണത. അപ്പൊ ഈ മൂമിന്റെ പ്രവണത എന്ന് പറഞ്ഞാൽ അത് അലി റളിയല്ലാഹുവിനോടുള്ള ആ ചരിത്രങ്ങളോ അല്ലെങ്കിൽ ആ വിഷയങ്ങളോ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹം എന്നതിനേക്കാൾ ഉപരി അലി റളിയല്ലാഹുവിനോട് അതത് കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ബയ്യത്തുണ്ട്. അതായത് അത് ആ ബയ്യത്ത് എന്ന് പറഞ്ഞത് പിന്നെ അലി റളിയല്ലാഹുവിനോട് ഓരോ കാലഘട്ടത്തിലും ആ ബയ്യത്തിനെ ചെയ്യേണ്ടതുണ്ട്. അത് മഹാന്മാരായ ഓരോ കാലഘട്ടത്തിലെ ആളുകളൊക്കെ അത് സ്വീകരിച്ചിട്ടാണ് വന്നത്. ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, ഗൗസുൽ ആദം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, സുൽത്താൻ അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, അജ്മീറുള്ള ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു, പോലെ നമ്മളെ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു, അതുപോലെ നമ്മുടെ നാടുകളിലെ മമ്പുറന്തങ്ങൾ സയ്യിദ് ബഹറുൽ മുസല്ല ബാഹസൻ സയ്യിദ് മുഹമ്മദ് ജലൂൻ തങ്ങൾ പോലെ നമ്മുടെ നാടുകളിലൊക്കെ കഴിഞ്ഞു പോയ എത്രത്തോളം വലിയ ഔലിയാക്കന്മാരുണ്ട്. ഇവരൊക്കെ ഈ ഒരു അലി റളിയല്ലാഹുവിൻ്റെ ഒരു സിൽസില പ്രകാരമാണ് വന്നത്. ഈ അലി റളിയല്ലാഹുവിലൂടെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൈമാറ്റത്തിലേക്ക് പോകുന്നത്. അപ്പം അത്തരത്തിൽ അലി റളിയല്ലാഹുവിന്റെ ബയ്യത്ത് ഓരോ കാലഘട്ടത്തിലും നിലനിൽക്കുകയാണ് അലി റളിയല്ലാഹുവിനുള്ളിൽ. അപ്പൊ അലി റളിയല്ലാഹുവിന്റെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാക്ഷിത്വം, അതായത് അലി റളിയല്ലാഹുവിലൂടെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അല്ലാഹുവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെയും മുഹമ്മദ് റസൂലുള്ളാഹിയുടെയും സാക്ഷിത്വം സ്വീകരിക്കുന്നോ നിങ്ങളൊരു മുഅ്മിനാണ് എന്നാണ് അതിൻ്റെ തത്വം. അപ്പം അത് ഒരു പക്ഷത്ത് വരുമ്പോൾ മറുവശത്ത് അതിനോട് അത് നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ നിലകൊള്ളുമ്പോൾ നമ്മളിൽ തന്നെ ഉണ്ടാവും അതിൻ്റെ മറ്റൊരു അവസ്ഥ നമ്മളിൽ തന്നെ ഉണ്ടാവും. ഏത് അതിന് പിന്തിരിഞ്ഞുകൊണ്ടുള്ള സമീപനം നമ്മളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അത് ഒരാളോട് പറയുമ്പോൾ അതിൻ്റെ ഒരു ദൗത്യം നമ്മൾ ജനങ്ങളോട് പറയുമ്പോൾ ആ ദൗത്യത്തിനെതിരെ നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. അതെന്താണ്? മുനാഫിക്കിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ അത് ഒരു വ്യക്തിയിലും ഉണ്ടാവാം ആ സ്വഭാവം. അപ്പോൾ എപ്പോഴും നമ്മൾ ആ സാക്ഷിത്വം എങ്ങനെ അലി റളിയല്ലാഹുവിൽ നിന്ന് കിട്ടും എന്നുള്ളത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഇതിൽ സ്വീകരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യക്ഷമായ കാര്യം അലി റളിയല്ലാഹുവിനോടുള്ള ഒരു സ്നേഹത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അത് അവരെന്ത് ചെയ്യുക? അപ്പോൾ അത് എന്നിൽ മുനാഫിക്കിൻ്റെതായ ഒരു അംശമാണുള്ളത് എന്നും, അലി റളിയല്ലാഹുവിനോട് സ്നേഹം വരുമ്പോൾ അത്, അല്ലെങ്കിൽ അലി റളിയല്ലാഹുവിൻ്റെ കുടുംബത്തോട് സ്നേഹം വരുമ്പോൾ അത് ഇതിന് രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിപ്പോൾ നിങ്ങളൊരു തങ്ങളായതുകൊണ്ട്, നിങ്ങൾ തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ തങ്ങൾ സയ്യിദ് എന്നൊക്കെ പറയും. ഇതെന്താ? ആരെ പരമ്പരയാണ്? ബലി നബി കുടുംബം എന്ന് പറയും. നബിൻ്റെ അതിൻ്റെ അൾട്ടിമേറ്റ് പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. അതിൻ്റെ അൾട്ടിമേറ്റ് പിതാവ് ആരാണ്? അലി റളിയല്ലാഹുവിനാണ്. അലി റളിയല്ലാഹുവിൻ്റെ കുടുംബ പരമ്പരയാണ് നമ്മൾ ഈ തങ്ങന്മാർ സയ്യിദന്മാർ എന്ന് പറയുന്നത്. അത് പാരുങ്ങി അലി റളിയല്ലാഹുവിനും ഫാത്തിമ ബീവിൻ്റെ സന്താന പരമ്പരയിൽ ഹസൻ റസൻ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പരമ്പരക്കാണ് നമ്മൾ സയ്യിദ് എന്ന് പറയാം. ഇത് പ്രവാചക കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള രഹസ്യം മനസ്സിലാക്കണം. അത് അൾട്ടിമേറ്റ് ആയിട്ട് അതിൻ്റെ പക്ഷേ അവർ പോലും എന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ അലി റളിയല്ലാഹുവിനെ എതിർത്ത് ആളുകൾ രംഗത്ത് വരുമ്പോൾ അവർക്ക് ഓശാന പാടുന്ന അവസ്ഥകളാണ് ഈ ആളുകളെ പോലും കാണുന്നത്. സ്വന്തം തലമുറനെ പോലും നിഷേധിക്കുന്ന, സ്വന്തം അതിൻ്റെ അടിസ്ഥാനത്തെ പോലും നിഷേധിക്കുന്ന സ്വഭാവങ്ങളാണ്. അല്ലെങ്കിൽ അവർ രംഗത്തിറങ്ങേണ്ടതിന് ഈ വിഷയത്തിനെതിരെ ഇങ്ങനെ ആളുകൾ അലി റളിയല്ലാഹുവിന്റെ അടിസ്ഥാനങ്ങളെ ചോദ്യം ചെയ്ത് നിർത്തുമ്പോൾ അതിനെ രംഗത്തിറങ്ങൽ അവർ കുടുംബം നിലനിൽക്കുന്നെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമല്ലേ? അതുപോലെ അവർ നിർവഹിക്കാൻ തയ്യാറില്ല. ജലീൽക്കപ്പോൾ പറഞ്ഞു വന്നൊരു പോയിന്റിൽ അലി റളിയല്ലാഹുവിനോടുള്ള സ്നേഹമാണ് നമ്മളൊരു ഈമാൻ്റെ അടയാളം. അലി റളിയല്ലാഹുവിൻ്റെ ഒരു മഹത്വം, അല്ലെങ്കിൽ അലി റളിയല്ലാഹുവിൻ്റെ ആ ഒരു കീർത്തനം കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഇതിന് നമ്മുടെ ഒരു പൊതുസമൂഹം ഭയപ്പെടുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ മുസ്ലിം സുന്നികളൊക്കെ ലോകത്തുള്ള സുന്നി ഷിയ വിഭാഗങ്ങളിൽ ഷിയ വിഭാഗം തുടരുന്ന ആ അലി റളിയല്ലാഹുവിൻ്റെ ഒരു എക്സ്ട്രീമായിട്ട് പുകഴ്ത്തുന്നൊരു അവസ്ഥ. അവർ അലി റളിയല്ലാഹുവിനെ പുകഴ്ത്തുക എന്നതിലുപരിയായിട്ട് മറ്റു സഹാബാക്കളെ ഇകഴ്ത്താനാണ് ആ ഒരു അവസരം ഉപയോഗിക്കുന്നത്.
അപ്പൊ ഇതിനെ ഭയപ്പെട്ടുകൊണ്ട് പല സുന്നികളും അലി റളിയല്ലാഹുവിന്റെ ലിറ്ററേച്ചറുകൾ പറയുന്നതോ അല്ലെ അഹ്ലുബൈത്തിന്റെ ഫാത്തിമ ബിവി ഹസ്സൻ റളിയല്ലാഹു ഇവരുടെ ലിറ്ററേച്ചറുകൾ പറയുന്നതോ അവരുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകളെ കണ്ടാൽ തന്നെ ആ അഹ്ലുബൈത്തിന്റെ മഹത്വം പറയുന്ന ഹദീസുകൾ കണ്ടാൽ തന്നെ ഇതൊരു ഷിയ മൗലുവായിട്ടുള്ള സംഗതിയാണെന്നൊക്കെ കരുതുന്നതല്ല, അങ്ങനെ പഠിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളെ പണ്ടൊക്കെ ഉണ്ടായ ഒരുപാട് അഹ്ലുബൈത്തിന്റെ മൗലൂദുകൾ ലിറ്ററേച്ചറുകളൊക്കെ പലപ്പോഴും അതൊക്കെ ഷിയ നിർമ്മിതാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളപ്പെടുന്നതായിട്ട് സാഹചര്യമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളത് കാണുന്നത് കേരളത്തിൻ്റെ ഒരു മുസ്ലിം പരിസരത്താണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഈ ഷിയ ഒരു ധാരൻ്റെയും സുന്നി ധാരൻ്റെയും ഇടയിലുള്ള ഒരു മധ്യവർത്തിയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യത്തിന്റെ അഹ്ലുബൈത്തിനോടുള്ള ഹുബിന്റെ യാഥാർത്ഥ്യത്തിന്റെ ഒരു നിലപാട് അതെങ്ങനെ നമുക്ക് ആളുകളോട് വിശദീകരിക്കാൻ കഴിയും? അത് ഈ അഹ്ലു തശയ്യുൾ എന്നാണ് നമ്മൾ പറയാം. അഹ്ലു തശയ്യുൾ എന്ന് പറയുമ്പോൾ ഷിയത്തു അലി എന്ന് പറയുന്നതാണ് അല്ലേ. ഷിയത്തു അലി എന്ന് പറയുന്നതാണ് ഷിയ എന്ന് പറഞ്ഞാൽ ഷിയത്തു അലി, അലി റളിയല്ലാഹുവിന്റെ പാർട്ടി, അലി റളിയല്ലാഹുവിന്റെ പാർട്ടിക്കാരൻ എന്ന് പറയും ഷിയത്തു അലി. പിന്നെ ഖുർആനിൽ വഇന്ന മിൻ ഷിയതിഹി ഇബ്രാഹിം, അവരുടെ ഷിയത്തിൽപ്പെട്ടതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്നൊക്കെ പറഞ്ഞ് ആ പദമാണ് അവിടെ പ്രയോഗിച്ചത്. എന്ത് ഷിയത്തു അലി എന്ന് വരും. അതിനെ നമ്മൾ അഹ്ലു തശയ്യുൾ എന്ന് പറയും. അതേപോലെ പിന്നെ മറുപക്ഷത്തിൻ്റെ പേര് അഹ്ലു സുന്നത്തി വൽ ജമാ, സുന്നത്തും ജമാഅത്തും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പം പിന്നെ മൊത്തത്തിലുണ്ടായിരുന്ന ആ കൂട്ടായ്മ സഹാബാക്കളുടെ ഉമ്മത്തിൻ്റെ ഒരു കൂട്ടായ്മ എടുത്ത തീരുമാനം, ആ തീരുമാനത്തിനൊപ്പം എല്ലാവരും ഉറച്ചു നിന്നു എന്നുള്ളതിനെ തുടർന്നാണ് അഹ്ലു സുന്നത്തി വൽ ജമാ. ചരിത്രപരമായിട്ട് ഈ രണ്ട് സാധനം തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് അഹ്ലു സുന്നത്തി വൽ ജമാ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിൻ്റെ ശേഷം അതിനെ തുടർന്ന് എടുക്കേണ്ട കാര്യങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി അവരോധിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കുകയും അത് തുടർന്ന് എങ്ങനെ ഉമർ റളിയല്ലാഹുവിനോടും ഉസ്മാൻ റളിയല്ലാഹുവിനോടെയും കൊണ്ടുപോയതിൻ്റെ ഒരു ചരിത്രമുണ്ട്, അലി റളിയല്ലാഹുവിനോടെയും കൊണ്ടുപോയി. പക്ഷേ മറുപക്ഷത്ത് പിന്നെ അഹ്ലു തശയ്യുൾ എന്ന് പറയുന്ന ഷിയത്തു അലി അവർ ഒരു വാദമാണ്. അതായത് ഇത് ഈ ഒന്നാമത് കിട്ടേണ്ട സ്ഥാനം അലി റളിയല്ലാഹുവിനായിരുന്നു, ഈ ഖിലാഫത്തിൻ്റെ അധികാരം ആ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഈ വിഷയത്തെ നമ്മൾ പിന്നെ പറയുമ്പോൾ അതിൽ ഒന്നാമതായിട്ട് അതിൽ വളരെ ഇതിൻ്റെ ഒരു മറുപക്ഷമാണ്. നമ്മളൊരു നാണയത്തിന് ഈ രണ്ട് പക്ഷം ഉണ്ടാവും എന്ന് പറയും പോലെ ഈ ഷിയാക്കൾ വാദിച്ച ഒരു വാദം ഉണ്ടല്ലോ, ഒന്നാം ഖലീഫ ആകേണ്ടത് അലി റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ളത് പോലൊരു വാദമാണ് ഇപ്പോൾ പുതിയൊരാൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നാലാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു ആകാൻ പാടില്ല, വേറൊരാളാണ് ആവേണ്ടതെന്ന് ഒരാൾ വാദിക്കും. അപ്പോൾ അത് പുതുതായൊരു വാദമാണ്. അതെന്താ വെച്ചാൽ അത് ഈ ഒരു ഷിയാ വാദത്തിൻ്റെ ഒരു മറുപതിപ്പാണ്. രണ്ടാണെങ്കിലും നമ്മൾ ഇത് മഗ്ലൂബി അലൈഹിം എന്ന് ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ മഗ്ലൂബി അലൈഹിം എന്ന് പറഞ്ഞ ജൂതന്മാരുടെ ഒരു വാദമാണ്. അതായത് മഗ്ലൂബി അലൈഹിം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ജൂതന്മാരെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിലും മുഅ്മിനീങ്ങളുടെ ഇടയിലും ഓരോ വ്യക്തിയിലൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ് ഈ ജൂത അവസ്ഥ എന്ന് പറയുന്നത്. ഈ ജൂത അവസ്ഥയാണ് ഈ മഗ്ലൂബി അലൈഹി. ഇത് നമ്മളിന്ന് ഒഴിവാക്കാനാണ് നമ്മൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നമ്മളെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കണമെന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കും. ഈ മഗ്ലൂബി അലൈഹിന്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും രാഷ്ട്രീയമായിരിക്കും പോലെ മുഖ്യമായ അജണ്ട. അതായത് ഈ ലാഹിറിന്റെ വിഷയങ്ങളായിരിക്കും പോലെ രാഷ്ട്രീയ തീവ്രവാദം, ലാഹിറിന്റെ ഒരു വിഷയമായിരിക്കും. അപ്പോൾ ഈ ലാഹിറിന്റെ ഒരു വാദാണത്തിലാണ് എപ്പോഴും എന്ത് വരുന്നത്, ഒന്നാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു ആയിരിക്കണം എന്നുള്ളൊരു വാദം ഉണ്ടാക്കണം. ഇനി നാലാം ഖലീഫ ആകാൻ പറ്റൂല എന്നുള്ള വാദം അതും രാഷ്ട്രീയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അതും ജൂതവാദം. ആ ജൂതവാദത്തിലെ എക്സ്ട്രീം വാദമാണ് ഇപ്പോൾ മൂപ്പര് ഉന്നയിച്ചിട്ടുള്ളത്. അതേസമയം ഇതിൻ്റെ ഒരു വേറൊരു വശമുണ്ട്, ഒരു ക്രിസ്തീയ വാദമുണ്ട്. അത് ഒരു നമ്മൾ ലാലീൻ എന്ന് പറയുന്ന വാദം, അത് അലി റളിയല്ലാഹു അൻഹുവിനെ ദൈവമാക്കിയിട്ടും അലി റളിയല്ലാഹു അൻഹു ആണ് പടച്ചോൻ എന്നുള്ള രൂപത്തിലൊക്കെ അവതരിപ്പിക്കുന്ന ചില നാസിബികളുടെയും അതുപോലെ ഓരോ കാലഘട്ടത്തിൽ അത് ഷിയാക്കളുടെ ഇടയിൽ ഒരുപാട് നാസിരികൾ മറ്റും ഒരുപാട് തരത്തിലുള്ള ആളുകൾ വന്നിട്ടുണ്ട്. പല ഉലാത്തുകൾ എന്ന് പറയും, ബാത്തിനിയാക്കൾ എന്നാണ് ഗസാലി ഇമാമൊക്കെ ഇതിന് ഉപയോഗിക്കുന്നത്. അത് ഷിയ വിഭാഗങ്ങളുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ട്, കാരണം നമ്മളിപ്പോൾ 70 പാർട്ടി ആവുന്ന 70,000 പാർട്ടി ഷിയാക്കളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഇതിൽ ഏതാണ് ഹക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഇത് ഷിയാവാദങ്ങൾ പലതരത്തിലുള്ള അലി റളിയല്ലാഹു അൻഹുവിനെ പലതരത്തിലുള്ള ബിംബവൽക്കരിക്കുന്ന പല പ്രവണതകളും അതിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളുടെ ഇതൊന്നും സത്യസന്ധമായ വിഷയങ്ങളോ കാര്യങ്ങളോ അല്ല. കാരണം മിക്കവാറും അതിൻ്റെ ഒക്കെ ഒന്നാമത്തെ അടിസ്ഥാനം ഞാൻ പറഞ്ഞ്
അതിലൊരു അലി റളിയല്ലാഹുവിനെ ചൊല്ലി ഒരു ജൂതവാദവും ഉണ്ട്. അത് അലി റളിയല്ലാഹുവിന്റെ രാഷ്ട്രീയമായ സ്വഭാവങ്ങളെ കുറിച്ചാണ്. അതാണ് ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കേണ്ട സംഘടന. രണ്ട് മറുവശത്ത് അലി റളിയല്ലാഹുവിനെ പടച്ചോനാക്കിയിട്ടുള്ള ഒരു ക്രിസ്തീയ അത് ലാലീൻ, ഒരു മഗ്ദൂബി അലൈഹിം വിഭാഗത്തിന്റെയും ഒരു ലാലീൻ വിഭാഗത്തിന്റെയും വിഷയം. അത് സൂഫികളുടെ ഇടയിലും അങ്ങനെ വന്നിട്ടുള്ള പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായൊരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്താണ് ആളുകൾ ചോദിക്കും, നിങ്ങളെ ഒരു നിലപാട് ഏത് അടിസ്ഥാനത്തിലുള്ള നിലപാടാണ്? അത് നമ്മൾ ഗൗസുൽ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അവിടുന്ന് സ്വീകരിച്ച നിലപാടാണ് നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. കാരണം അവിടുന്ന് ഹസനി പരമ്പരയായിരുന്നു, ഹുസൈനി പരമ്പരയും ഉമ്മ വൈക്ക് ഹുസൈനി പരമ്പരയുമായി. പക്ഷെ അവിടുന്ന് എന്താണ് അലി റളിയല്ലാഹുവിന്റെ ആത്മീയമായ മാർഗത്തിലൂടെ സിറുൽ അസ്റാറിൽ അവിടുന്ന് പറയുന്നുണ്ട്, അലി അൽ മുത്തസൽസിലു ബിസിൽസിലത്തിൻ ഇല അലിയിൻ കറമല്ലാഹു വജ്ഹു, അലി റളിയല്ലാഹുവിനോട് സിൽസിലയായി ചേർക്കപ്പെടുന്ന ഒരു മാർഗത്തിലൂടെ നിങ്ങൾക്ക് ഈ തൗഹീദിനെ സ്വീകരിച്ചില്ല, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള കലിമനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊരു മുസ്ലിമോ മുഅ്മിനാകാൻ പറ്റൂല എന്നുള്ളൊരു വിഷയം പറയുന്നുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അലി റളിയല്ലാഹുവിന്റെ ഒരു ധാര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു റിവൈവ് ചെയ്തത്. അതിനാണ് റിവൈവ് ചെയ്ത ആൾക്കാണ് മുഹീദ്ദീൻ എന്ന് പറയുന്നത്. അതാണ് ലോകത്തെ എല്ലാവരും കുല്ലു തഫായിഫി ബിൽ ഇജ്മാഇ മുത്തഫിക അലാ കമാലിക ഫീ ഇല്യാക ഹത്താ അഗ്ല സൈഗി വസ്സന്ദക. അല്ലേ, ഈ നിരീശ്വരവാദികളും ഒക്കെ അടക്കം ഗൗസുൽ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിനെ അവിടുത്തതാണ് പൂർണ്ണമായ മാർഗം എന്ന് പറയാൻ കാരണം എന്താണ്? അവിടുന്ന് അലി റളിയല്ലാഹുവിന്റെ മാർഗത്തെയാണ് ആ ജ്വലിപ്പിച്ചു കൊണ്ടുവന്നത്. അതിനെ തുടർന്ന് അത് ഓരോ കാലഘട്ടത്തിലൂടെയും ആ അലി റളിയല്ലാഹുവിന്റെ മാർഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഷിയാക്കളിൽ ഇപ്പം നമ്മൾ നോക്കുകയാണ്, ഇന്ന് ഇറാനിലെ ഷിയായിസം, അല്ലേ, അലി ഖാംനൈന്റെ ഷിയായിസം നമ്മൾ പറയാം, ഒരുപാട് ഷിയായിസങ്ങളുണ്ട്. കാരണം ഇന്നലെ തന്നെ ഇപ്പം നമ്മൾ പിന്നെ അപ്പുറത്ത് നജഫിലെ സിജിസ്ഥാനിന്റെ ഷിയായിസം ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ഷിയായിസങ്ങൾ കിടക്കുന്നുണ്ടാവും. കാരണം ഓരോ മർജികൾക്കും ഓരോ തരത്തിലുള്ള ഷിയായിസങ്ങൾ ഉണ്ടാവും. അപ്പം അതത് കാപ്പ 50-ലേറെ മർജികൾ ഇന്ന് ലോകത്ത്, 50 മർജികൾ ഓരോ വിജിത്തികാതെ എടുക്കുമ്പോൾ അതൊക്കെ ഓരോ തരത്തിലുള്ള ഷിയായിസങ്ങളായി മാറുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒന്നാമത് അത് 12 ഇമാമ് എന്നുള്ളൊരു വിഷയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. കാരണം പിന്നെ അതിൻ്റെ ശേഷം എന്തില്ല, ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചയില്ല. നിങ്ങൾക്ക് എന്ത് പാരമ്പര്യപ്പാ? പിന്നെ ഈ അലി ഖാംനൈ 12 ഇമാം വരെയല്ലേ, ഹിജ്റ 250-ാം വർഷത്തിൽ മഹ്ദി ഇമാം അപ്രത്യക്ഷനാകുന്നത് വരെ എന്നുള്ളൊരു കാലഘട്ടത്തിലല്ലാതെ ആയത്തുള്ള ഹുമൈനിക്കും പിന്നെ ഈ അലി ഖാംനൈക്ക് കൊല്ലപ്പെട്ടെ ഇവർക്ക് ഈ ഒരു പാരമ്പര്യം മുന്നോട്ട് വെക്കാനില്ല. അതേസമയം മുഹീദ്ദീൻ ഷെയ്ഖിനെ പോലുള്ള ആൾക്കാർ അവരുടെ പിന്തുടർച്ചകൾ ഇക്കാലഘട്ടത്തിലും അലി റളിയല്ലാഹുവിന്റെ മാർഗം, അലി റളിയല്ലാഹു ഈ 2 കലിമയുടെ ഷഹാദത്തുകളെ ലോകത്ത് എങ്ങനെയാണോ സമർപ്പിച്ചത് അതിന്റെ പിന്തുടർച്ചനെ പോലെ ഓരോ കാലഘട്ടത്തിലും സമർപ്പിച്ചു. അതുകൊണ്ടാണ് ഓരോ കാലഘട്ടത്തിലും അലി റളിയല്ലാഹുവിലൂടെ ഹിദായത്താവുക എന്നുള്ള ഒരു പ്രോസസ്സ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഹിദായത്തും അതത് കാലഘട്ടത്തിൽ ആ ഖിലാഫത്തും ഖലീഫ എന്നുള്ള പ്രോസസ്സും ഓരോ കാലഘട്ടത്തിലും ഇവിടെ നിലനിൽക്കുന്നത് അലി റളിയല്ലാഹുവിലൂടെയാണ്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്നത്. അലി റളിയല്ലാഹു ഓരോ കാലഘട്ടത്തിലും അലി റളിയല്ലാഹുവിന്റെ ദൗത്യം വലിക്കുല്ലി ഖൗമിൻ ഹാദ്, എല്ലാ കൗമിനും ഒരു ഹാദ് ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നിലനിൽക്കുന്നത്. അതെങ്ങനെ ഷിയായിസത്തിൽ ഉണ്ടാവണേ? ഷിയായിസം അടിസ്ഥാനപരമായി ഞങ്ങൾ അലി റളിയല്ലാഹുവിന്റെ പാർട്ടിയാണെന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിൽ ഏത് അലി റളിയല്ലാഹുവിനെ ഞങ്ങൾ പിന്തുടർന്നത്? നിങ്ങൾ അവിടെ കഴിഞ്ഞു പോയ അലി റളിയല്ലാഹു ഒലി കുല്ലി കൗമിൻ ഹാദ്, ഓരോ കൗമിനും ഒരു ഹാദ് ഉണ്ട്. ആ ഹാദിന് എവിടെ നിങ്ങൾക്ക് കിട്ടി? അതിവിടെ വരുന്നില്ലല്ലോ. അപ്പോൾ അതത് കാലഘട്ടത്തിലില്ലാതെ നിങ്ങൾ അതത് കാലഘട്ടത്തിൽ അലി റളിയല്ലാഹുവിനെ കണ്ടെത്താതെ നിങ്ങൾ പിന്നെ കഴിഞ്ഞുപോയ അന്നത്തെ ഒരു 63 വർഷത്തെ ജീവിതത്തിലുള്ള ഒരു വിഷയത്തിനെ വേണ്ടി മാത്രം ഫോളോ ചെയ്യുമ്പോൾ അലി റളിയല്ലാഹുവിനെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു കാലഘട്ടത്തിനും ഒരു സമയത്തിനും മാത്രമായി തളച്ചിടുകയാണ്. അത് അങ്ങനല്ല വിഷയമുള്ളത്. ആ വിഷയം ഓരോ കാലഘട്ടത്തിലും സജീവമായി പൊടിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഒരു ഖിലാഫത്തിൻ്റെയും ഖലീഫയുടെയും തുടർച്ചയാണ്. അപ്പോൾ അതിനെ ഒരേ നാണയത്തിൻ്റെ 2 ഇതുപോലെ നിൽക്കും. ഏത് ഒരു ഭാഗത്ത് സലഫിസത്തിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സുന്നിസം. അവർ പറയുന്നത് എന്ത്, അലി റളിയല്ലാഹു ആ സമയത്ത് ആ ഒരു വിഷയത്തിലൂടെ കഴിഞ്ഞു പോയി, അല്ലേ, അലി റളിയല്ലാഹുവിൻ്റെ ഒരു ദൗത്യവും ആ ഒരു വിഷയത്തിന് പോലും 4ാം ഖലീഫ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ ഇങ്ങനെയൊക്കെയുള്ള മഹത്വങ്ങൾ ഇത് കഴിഞ്ഞു. അതോടുകൂടി ആ വിഷയം കഴിഞ്ഞു. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ദൗത്യം ഇമാമത്ത് എന്നുള്ളൊരു ദൗത്യം നിൽക്കുന്നത് 1ാമത്തെ ഇമാമാണ്. അപ്പോൾ അത് 2ാമത്തെ ഇമാമക്ക് പോയി 3ാമത്, അത് 12 ഇമാമത്തോടു കൂടി കഴിഞ്ഞു. 12 ഇമാമത്തിന് ശേഷം ഇമാമത്തിൻ്റെ ദൗത്യം വേണ്ടേ? ഇമാമത്തിൻ്റെ ഇപ്പം നമ്മൾ മുസ്ലിമിൽ ഉദ്ധരിക്കുന്ന ഹദീസ് ഷിയാക്കൾക്ക് ഇഷ്ടംപോലെ ഹദീസുകൾ ഉദ്ധരിക്കാലോ.
ഓരോ മല്ലം യാരിഫ് ഇമാമ സമാനി, തൻ്റെ കാലഘട്ടത്തിലെ ഒരു ഇമാമിനെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ആ നിങ്ങൾ ഇമാമ് ഇന്ന ആളാണെന്ന് പറയുമ്പോൾ പിന്നെ ഒരു ആളെ ഇമാമാണെന്ന് വാദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് പാരമ്പര്യം അയാൾക്ക് എന്താണ് നിങ്ങൾ ജനാധിപത്യപരമായി കണ്ടെത്തലല്ല, അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള കശ്ഫുകളും അറിയിപ്പുകളും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഈ ഇമാമ്. ആ ഇമാമിനെ മിനിമം അത് ഞാൻ ഇമാമാണെന്ന് അറിയിക്കപ്പെട്ടു എന്നെങ്കിലും പറയാൻ പറ്റാത്ത ഒരാൾ എങ്ങനെയാണ് ഇമാമ്? അപ്പോൾ അത് നമ്മൾ പള്ളിക്കലെ ഇമാമിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പള്ളിക്കലെ ഇമാമും മദ്ഹബിൻ്റെ ഇമാമല്ലത്. ഇത് ഇബ്രാഹിം നബിന് ഇബ്രാഹിം നബി വൈദിബ്തല ഇബ്രാഹിം റബ്ബുഹു ബി കലിമാത്തിൻ ഫാതമ്മഹുൻ ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഞാൻ ജനങ്ങൾക്ക് ഇമാമാക്കണം. അള്ളാഹുവാണ് ഇമാമാക്കി. അള്ളാഹു ഇമാമാക്കുന്ന ഇമാം എവിടെ? ഓരോ കാലഘട്ടത്തിലും. ആ ഇമാമിനെ നിങ്ങൾ എങ്ങനെ കണ്ടെത്തും? അപ്പം അതിന് തസവുഫിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സിൽസില വൽമുത്തസൽസിലത്തു ബിസിൽസിലത്തിൻ ഇലാ അലിയിൻ കറമല്ലാഹു വജ്ഹു എന്ന് ഗൗസുൽ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറഞ്ഞ് ആ റൂട്ട് കൂടെ മാത്രമേ അതിനെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുള്ളൂ. മറ്റതിനൊന്നും അടിസ്ഥാനങ്ങളില്ല, ചരിത്രപരമായ പിന്തുടർച്ചകളില്ല. ഓരോരുത്തർ പഠിച്ച് പണ്ഡിതനായി പിന്നെ അലി റളിയല്ലാഹുവിനെ കുറിച്ച് പുസ്തകം എഴുതി അലി റളിയല്ലാഹുവിനെ കുറിച്ച് PhD എടുത്തോണ്ട് അയാൾ അലി റളിയല്ലാഹുവിൻ്റെ ആളാവില്ല. അത് അലി റളിയല്ലാഹുവിൻ്റെ റൂഹിയായ പിന്തുടർച്ചകൾ എവിടെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഇമാം അലി കറമല്ലാഹു ഈ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്, അലി റളിയല്ലാഹുവിന്റെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഹദീസുകളുണ്ട്. അതിലിപ്പം ഏതെങ്കിലും പ്രധാനപ്പെട്ട 2 ഹദീസുകൾ പറയാൻ പറ്റും? സഹാബാക്കളെ കുറിച്ചൊക്കെ പല ഹദീസുകളും ഉണ്ട്. പല സഹാബാക്കൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സമയങ്ങളിലുള്ള അംഗീകാരങ്ങൾ കൊടുത്തത്. അപ്പോൾ നമ്മളിതിൽ ഒരു അലി റളിയല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ അർത്ഥം അത് വേറെ ഏതെങ്കിലും ഒരു സഹാബിയെ ഇകഴ്ത്തുക എന്നുള്ളത് ലക്ഷ്യത്തിലും അല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത്തരം പ്രവണതകളെ എതിർത്തിട്ടുണ്ട്. പ്രവാചകന്മാർക്കിടയിൽ ഇപ്പോൾ ജലീൽ ഖാനെ പലപ്പോഴും പറയാവുന്നത് പോലെ ഇതിങ്ങനെ ഒരു മത്സരമൊന്നും അല്ലല്ലോ, ഓട്ട മത്സരമൊന്നും അല്ലല്ലോ, ഒന്നാമതെത്തുന്ന ആള് രണ്ടാമതെത്തുന്ന ആള്. പക്ഷെ അതിലൊരു ഹക്ക് ഉണ്ടാവും, അള്ളാഹു നിയോഗിച്ച ചില ഉത്തരവാദിത്തങ്ങളും ദൗത്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിൽ അലി റളിയല്ലാഹുവിൻ്റെ ധാരാളം ഹദീസുകളുണ്ട്. മദീനത്തുൽ ഇൽമി വലിയും ബാബുഹാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ പിന്നെ മദീനത്തെ പള്ളിയിലേക്ക് വരാൻ ഓരോ പ്രമുഖരായ സഹാബാക്കൾക്കും അതിനോട് ചേർന്നിട്ട് ഓരോ ഹുജറകൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വരാനുള്ളൊരു വാതിലുകൾ. അപ്പോൾ ആ വാതിൽ വഴിയാണ് പ്രമുഖരായ സഹാബാക്കളൊക്കെ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് ഇബാദത്ത് ചെയ്യാനും കൂടെ ആയിട്ട് ആ പള്ളിയിനോട് ചേർന്നിട്ട് പള്ളീൻ്റെ കൂടെ ഭാഗമായിട്ടുള്ളൊരു ഹുജറകൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഖുർആനിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം സുദ്ദു അബുവാബൽ മസ്ജിദ്, നിങ്ങൾ ഈ പള്ളീൻ്റെ എല്ലാ വാതിലുകളും അടിക്കുക, ഇല്ലാ ബാബ അലിയിൻ, അലി റളിയല്ലാഹുവിൻ്റെ അതിലല്ലാതെ ബാക്കി എല്ലാവർക്കും വാതിലും അടിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അലി റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ ഈ പ്രമുഖ സഹാബാക്കളിലൊക്കെ ആ സമയത്ത് ഒരു പ്രായക്കുറവുള്ള, അലി റളിയല്ലാഹുവിനേക്കാളും പ്രായത്തിൽ മുതിർന്നവരായ പല സഹാബാക്കളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്താപ്പുണ്ട്, ഹംസ റളിയല്ലാഹുണ്ട്, പലരുണ്ട്. അപ്പോൾ ഇത് ആളുകൾക്കിടയിൽ ഒരു സംസാര വിഷയം കൂടിയായി. പല സഹാബാക്കളും പല രൂപത്തിൽ അതിൽ അഭിപ്രായം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിൻ്റെ മാത്രം മരുമകൻ്റെ മാത്രം വാതിൽ ഒഴിച്ചിട്ടു. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൊരു വിഷമം വന്നൊരു സാഹചര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ മിമ്പറിൽ കയറിയിട്ട് പറയാം, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹംസ റളിയല്ലാഹു വരെ വന്നിട്ട് പറഞ്ഞു, സദത്ത അബുവാബന, പ്രവാചകരെ അങ്ങ് ഞങ്ങളൊക്കെ വാതിൽ പിന്നെ അടച്ചു, ഫതഹ്ത അബുവും ബാബ അലി, അലി റളിയല്ലാഹു അലീൻ്റെ വാതിൽ മാത്രം അങ്ങ് തുറന്നിടുകയും ചെയ്തതാണ്. അത്രയും അവർക്കൊക്കെ വിഷമമായി. അപ്പം ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെ ഒരു ഒരു പാരമ്യതയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയിട്ട് പറയാണ്, മാ സദത്തു അബുവാബ, ഞാൻ ആരുടെയും വാതിൽ അടച്ചിട്ടില്ല, ഞാൻ ആരുടെയും വാതിൽ തുറന്നിട്ടുമില്ല, എന്നോട് കൽപ്പിച്ചതെന്തോ ഞാൻ അത് മാത്രമാണ്. ഉമിർത്തു ഫത്തബഅ്തു, ഞാൻ എന്നോട് എന്താണോ കൽപ്പിച്ചത് ഞാൻ അത് ചെയ്യുക മാത്രമേ ഉള്ളൂ. അപ്പം അലി റളിയല്ലാഹുവിൻ്റെ വാതിൽ തുറന്നിടുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു, മറ്റു വാതിലുകൾ അടക്കുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു. അതിനെ ഞാൻ അനുസരിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഹദീസിൽ തന്നെ ഇങ്ങനെ പല ഹദീസുകളും ഉണ്ട്, അതൊക്കെ എല്ലാവർക്കും ലഭ്യമായതായിരിക്കും. അപ്പോൾ അലി റളിയല്ലാഹുവിനെ എങ്ങനെ അള്ളാഹു പരിഗണിച്ചു,
അള്ളാഹു എങ്ങനെയാണ് അലി റളിയല്ലാഹു ആ സമൂഹത്തിൽ വഴി നടത്തിയത്, വഴികാട്ടിയാക്കിയത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. സയ്യിദ് ഗസാലി പറഞ്ഞ വാതില്, അപ്പൊ തന്നെ ഓർമ്മ വരുന്ന ഹദീസ് ആന മദീനത്തുലേക്ക് അലിയും ബാബുഹ എന്നുള്ളൊരു ഹദീസാണ്. അതുപോലെ വേറെ ഹദീസാണ് മൻകുത്ത് മൗല ഹാദ അലി മൗല എന്ന് പറയുന്ന ഈ ഹദീസ്. ഇതൊന്ന് ഈ രണ്ടിന്റെയും ഒരു ആത്മീയ വശങ്ങളോ ഈ ഹദീസുകളെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് പെട്ടെന്ന് നമ്മളൊരു വിഷയം പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ആളുകൾ ഈ എന്താണ് ഹദീസ് നിഷേധം എന്ന് പറയുന്നൊരു സാധനം. അതെന്ന് വെച്ചാൽ ഹദീസുകളിലെ പരമ്പരകൾ വരുമ്പോൾ, സനദുകൾ വരുമ്പോൾ, ആ സനദ് അതിൽ ആരെങ്കിലും ഒരാൾക്ക് കുറിച്ച് ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അയാൾ ചിലപ്പോൾ എന്തെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ട്, അയാൾ ചിലപ്പോൾ എന്തെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെന്ന് ഒരാൾ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹദീസിനെ ബാധിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ മദീനത്തുൽ ഇൽമി വാലിയുൻ ബാബുഹ എന്ന് പറയുന്ന ഹദീസിനെ പലരും ദുർബലപ്പെടുത്തുന്ന, അങ്ങനെ ഹദീസിനെ കുറിച്ച് അങ്ങനെയൊക്കെ പല തെറ്റായ അഭിപ്രായങ്ങൾ. അത് ഹദീസിനെ കുറിച്ചല്ല വിഷയം, അത് സനദിനെ കുറിച്ചാണെന്ന് എപ്പോഴും മനസ്സിലാക്കണം. ആ വിഷയത്തിൻ്റെ ഒരു സനദിനെ കുറിച്ചാണ്. അപ്പോൾ പിന്നീട് ഇതിനെ എടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ മുത്തവാത്തിർ ആയ ഒരുപാട് തരത്തിൽ ഒരുപാട് അവസ്ഥകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അത് പല ആളുകൾ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് വിഷയങ്ങളുണ്ടാവും. അപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ മഹ്ദി അലൈഹി ഇസ്ലാമിൻ്റെ വിഷയം. മഹ്ദി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള ഇബ്നു ഖൽദൂൻ തന്നെ ഒരു പിന്നെ മുഖദ്ദിമയിൽ വലിയൊരു എല്ലാ ഹദീസുകളും മഹ്ദി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വരുന്ന എല്ലാ ഹദീസും ലൈഫാണെന്ന്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരാൾ അത് ലൈഫാക്കാൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ ആർക്കെങ്കിലും എതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ലൈഫാക്കുക. അപ്പോൾ ഇതന്നെ മറുവശത്ത് നടക്കുക. ഏതാണ്, ഒരു ടീം ഇറങ്ങിയിട്ട് പറയും, പിന്നെ ഷിയാക്കൾ പറയും സുന്നള ഹദീസുകളൊന്നും എടുക്കാൻ പറ്റില്ല, അപ്പോൾ ആ ഹദീസുകളൊന്നും ശരിയല്ല. കേരളത്തിൽ നടക്കുന്ന പ്രധാന സംവാദം അതിലാണ്. ഹദീസുകൾ മറ്റൊരു ഇതെടുത്താൽ അത് വിടുന്നു. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഒരാൾ ബുഖാരിക്കാണ് തെളിവ് വെച്ച് വരുമ്പോൾ ബുഖാരിക്ക് എന്താ തെളിവ് എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങും. കാരണം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ആന്തരികമായ രഹസ്യത്തെയോ അതിൻ്റെ ചരിത്രപരമായി സംഭവിച്ച കാര്യങ്ങളെയോ എടുക്കുക. അത് വലിയൊരു വിഷയമാണ്, ചരിത്രപരമായി സംഭവിച്ചെടുക്കുക. അതെടുത്തിട്ട് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നീങ്ങാണ്ട്. ഈ ചരിത്രപരമായ സംഭവം എന്നാണ് അതിന് അത് പിന്നെ അത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചരിത്രങ്ങളെ മനസ്സിലാക്കണം എന്താണ്, ഓരോ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഇപ്പം ഇന്ന ആൾ ഭരിച്ചു, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആൾ ഇത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഓരോ വിപ്ലവങ്ങളെ കുറിച്ച് മറ്റൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ എങ്ങനെയാണ് ചരിത്രങ്ങൾ നിൽക്കുന്നത്. ചരിത്രങ്ങളിൽ ചില സംഭവങ്ങളിൽ അതിൻ്റെ ഉദ്ധരണികളിലൊക്കെ പല കടത്തിക്കൂട്ടലുകളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളൊരു കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഒരു തുടർച്ചകളെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളെ പിടുത്തം കിട്ടും. അപ്പം ഇവിടെ അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന ഒരു പ്രബന്ധം എന്താണ്, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള സനദുകൾ, പരമ്പരായുള്ള സനദുകൾ ലോകത്തെല്ലായിടത്തും അതിവിശാലമായിട്ട് നിലനിൽക്കുകയാണ്. ആ പാരമ്പര്യങ്ങൾ, കാരണം ഇപ്പോൾ ഒരു ഹദീസിൻ്റെ കാര്യത്തിൽ പോലും ആ ഹദീസ് അടിസ്ഥാനമാക്കുന്ന ഒരു കാര്യം അത് ഇപ്പോൾ ബുഖാരി അത് ക്രോഡീകരിച്ചതോടുകൂടി അതിൻ്റെ ഒരു സനദുകളുടെ മുത്തസിലാവുന്ന ഒരു പരിപാടി അവിടെ നിന്നു. പിന്നെ ബുഖാരി ഇമാമിൻ്റെ ഇതിന് കിട്ടിയാൽ മതി. പക്ഷേ ഇതിലുള്ള വിഷയം അതല്ല. ഇത് നമ്മൾ ഷഹാദത്ത്, അള്ളാഹുവിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കൊണ്ട് ഒരാൾ മുസ്ലിമാണ്. അത് മുസ്ലിമാകുന്നതിൻ്റെ പാരമ്പര്യങ്ങൾ ഓരോ കാലഘട്ടത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പിന്നെ ഈ തസവൂഫിൽ, അത് തസവൂഫ് എന്നും ത്വരീഖത്ത് എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ നിങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അലിയാർ തങ്ങൾ അവിടുന്നാണ് അതിനെ ജ്വലിപ്പിച്ചത്. അതാണ് ബഹുമാനപ്പെട്ട പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ശേഷം പിന്നെ നിങ്ങൾ ഒരു പിന്നെ ആളെ നിങ്ങൾ കണ്ടെത്തി എൻ്റെ ഷാലും എൻ്റെ ഈ ഹിർക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പോലത്തെ ആള് അവസാനം ഈ സിഫീൻ യുദ്ധത്തിൻ്റെ ആ ലാസ്റ്റ് മൊമെന്റിൽ വന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എനിക്ക് ഇന്ന് 99-100 ആള് എന്നോട് ഇത് ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബയ്യത്ത് ചെയ്യുമെന്ന് കരാർ ചെയ്യുന്നു. അപ്പം എന്താ പാടെ ബയ്യത്ത് ചെയ്യാല്ലേ? എന്താണ് ഇപ്പോൾ അവിടെ അലി റളിയല്ലാഹുവിൻ്റെ കയ്യിൽ ബയ്യത്ത് ചെയ്യാനുള്ളത്? എന്താണ് ഖലീഫയാണോ എന്നുള്ള വിഷയമല്ല. അപ്പം അലി റളിയല്ലാഹുവിൻ്റെ കയ്യിൽ നിന്ന് അവിടുന്ന് എന്താണോ അവിടത്തേക്ക് കിട്ടേണ്ട ഒരു വിഷയമുണ്ട്. കാരണം അത്രയും വലിയ ഉയർന്നൊരു സ്റ്റേജിലാണ് ആദ്യം മുതലേ അവരുള്ളത്. എന്നിട്ട് അവരെന്താണ് അലി റളിയല്ലാഹുവിൻ്റെ അടുത്ത് സ്വീകരിച്ചത്, അതിൻ്റെ പിന്നിലൊരു പൊരുളുണ്ട്. ആ സാക്ഷിത്വങ്ങളുടെ പരമ്പര ഹസൻ അള്ളാഹു ഹുസൈൻ അള്ളാഹു, പിന്നെ അത് ഇമാമികളുടെയും, പിന്നെ ഇത്ര ഇന്ത്യയിൽ 90 ലക്ഷം ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന ഖാജ വലീദ് ബിൻ നവാസ് മൊയ്നുദ്ദീൻ ചിസ്തി കുടുംബ പരമ്പര വഹിക്കും.
അത് ആത്മീയ പരമ്പര വഹിക്കും അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. ഇങ്ങനെ ലോകത്ത് ഇത് ഓരോ കാലഘട്ടത്തിലും ഇത് ചെയ്ത ഉത്തരവാദിത്തങ്ങൾ ചെയ്തതൊക്കെ അലി റളിയല്ലാഹുവിന്റെ കുടുംബ പരമ്പരമായിട്ടും അലി റളിയല്ലാഹുവിന്റെ സിൽസില പരമായിട്ടാണ്, ആത്മീയ പരമ്പരമായിട്ടും. ഇത് ചരിത്രപരമായി നിലനിൽക്കുന്നത്, ഇതിനെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. നിങ്ങൾ യസീദിന്റെ പാരമ്പര്യത്തെ എന്താ അവിടെ ഇസ്ലാമിന് വേണ്ടി ചെയ്ത് നിങ്ങൾ എന്താ കൊണ്ടുവരി? അവസാനം വരെ പറയപ്പെടുന്ന ഒരു ഹദീസുകളിൽ ഇങ്ങനെ അത് ഇനി എന്തുണ്ടാക്കിയ ഹദീസാണ് വിഷയങ്ങളാണെങ്കിലും ഈ ദജ്ജാലിനെ പോലെ വരുന്ന ഒരു കാര്യമാണ് സുഫിയാനി എന്ന് പറഞ്ഞിട്ട് സാധനം. സുഫിയാനി എന്ന് പറഞ്ഞാൽ എന്താ? അബൂ സുഫിയാന്റെ പരമ്പരയാണ്, അല്ല എന്ത് സുഫിയാനിയ? സുഫിയാനി പറഞ്ഞാൽ അങ്ങനെ ഉദ്ദേശിക്കും. അപ്പോൾ ആ സുഫിയാനി ഈ ദജ്ജാലിനെ പോലെ വരാനുള്ള ഒരു മഹ്ദി ഇമാമിന്റെ ഒരു എതിരാളിയായിട്ടുള്ള ഒരാളാണ്. അത് ഓരോ കാലഘട്ടത്തിലും ഓരോ സുഫിയാനി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെയും പറയാം, ഈ വിഷയത്തിന്റെ ഒരു എതിരാളിയായിട്ട് വരുന്ന ഒരു സംഗതിനെ. അപ്പോൾ ഇത് ഓരോ കാലഘട്ടത്തിലും അതിൽ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം എപ്പോഴും ആലോചിക്കാനും എപ്പോഴും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. കാരണം മൻകുന്തു മൗലാഹു ഫാലിജിൻ മൗലാഹു, ഇത് മറ്റ് ഹദീസുകൾ പോലല്ല. ഇത് 155 മറ്റേ താഹിറുൽ ഖാദിനെ പോലത്തെ റിസർച്ചേഴ്സ്, ഈ വിഷയത്തിൽ റിസർച്ച് ചെയ്യുന്ന ആളുകൾ, സുന്നി ആധികാരിക ഗ്രന്ഥങ്ങൾ 160 ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് മാത്രം, അതിൻ്റെ ഹദീസുകളെ കുറിച്ച് മാത്രം ഒരു പുസ്തകമുണ്ട്, ആ മൻകുന്തു മൗലാഹു ഫാലിജുൻ മൗലാഹു. അത് ദീന് പരിപൂർത്തീകരിച്ചു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, എവിടെ വെച്ചിട്ട്? പിന്നെ ഹജ്ജത്തുൽ വിദായിൽ വെച്ച് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ആ ദീന് പരിപൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിയേണ്ട ഒരു ഉത്തരവാദിത്തമായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വിഷയം പ്രഖ്യാപിക്കൽ, ഈ ദൗത്യത്തിൻ്റെ. അത് വിലായത്തിൻ്റെ ദൗത്യമാണ്. ആ വിലായത്തിൻ്റെ ദൗത്യം അവിടെ പ്രഖ്യാപിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായി. അതുകൊണ്ട് ഖുർആൻ സൂറത്തുൽ മാഇദയിൽ യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക വഇല്ലം തഫഅൽ ഫമാ ബല്ലഗ്ത റിസാലത്ത്, ഇത് എന്ന് നബിയെ എന്താണ്, യാ അയ്യുഹർ റസൂൽ, റസൂലേ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് റിസാലത്തായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ അടുത്ത ആൾക്ക് എത്തിച്ചു കൊടുക്കി. വഇല്ലം തഫഅൽ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഫമാ ബല്ലഗ്ത റിസാലത്ത്, നിങ്ങൾ ഈ റിസാലത്ത്, നിങ്ങൾ ഈ പ്രവാചകത്വം എത്തിച്ചു കൊടുത്തിട്ടില്ല എന്ന് വരും. വല്ലാഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടത് എന്താണ്? ഇപ്പൊ നേരത്തെ മറ്റേ ഹദീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ മാത്രം നബിക്ക് എന്താ ഒരു ഇതെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ മകളെ ഭർത്താവായത് കൊണ്ടാണോ എന്നുള്ള ചോദ്യം വരും എന്നുള്ളൊരു ആശങ്ക അവിടെ ഉണ്ടായതുകൊണ്ട് അള്ളാഹു പറയും വല്ലാഹു യഅസിമുക മിനന്നാസ്, അള്ളാഹു അല്ലേ നിങ്ങളെ ജനങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അന്നേ ആ ഖുർആനിൽ തന്നെ അതിന്റെ തെളിവുണ്ട്. എന്ത്? അള്ളാഹു അവിടെ ജനങ്ങളെ എതിർപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സംഭവം അലി റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന. ഇതെവിടെ പറയുന്നത്? ഇത് തഫ്സീർ റാസി ഉമ്മഹാത്തു തഫാസീറിൽ പെട്ടതാണ്. അഹമ്മദ് ബിൻ ഹംബൽ അള്ളാഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവങ്ങളിലോട്ട് ഇങ്ങനെ ഞാൻ ഒരു റിപ്പോർട്ട് മാത്രം പറയുകയാണ്. ഇത്തരത്തിലുള്ള 160ഓളം റിപ്പോർട്ടുകളുണ്ട്. ഇതിനൊക്കെയാണ് മുത്തവാത്തിർ എന്ന് പറയുമ്പോൾ ഒരുപാട് റിപ്പോർട്ടുകൾ വരുമ്പോൾ ആ റിപ്പോർട്ടുകൾ നോക്കപാടെ സ്വീകരിച്ചിട്ട്, അപ്പോൾ അതൊരു സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് നിർവഹിച്ചത്. രണ്ടാമത് അത് കഴിഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചൊരു ഉത്തരവാദിത്തമാണ് പിന്നെ ഈ നജ്റാനിലെ ക്രിസ്ത്യാനികൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംവാദത്തിൽ ഏർപ്പെട്ടു. ആ സംവാദത്തിന് മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതും ഖുർആൻ ഉദ്ധരിച്ച്, ഈ രണ്ട് വിഷയത്തിൻ്റെയും പ്രധാനം ഇത് രണ്ടും ഖുർആൻ ഉദ്ധരിച്ച വിഷയമാണ്. ഖുർആൻ ഉദ്ധരിച്ചതിൽ ഇപ്പോൾ ആർക്കും തർക്കമുണ്ടാവുന്ന വിഷയമല്ല, അത് ഖുർആൻ അവിടെ ഉദ്ധരിച്ചു. എന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഇവരോട് പിന്നെ മുബാഹല നടത്താൻ വേണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി, മറ്റ് അപ്പം ഖുർആൻ അതിനെക്കുറിച്ച് വനിസാന വനിസാക്കും വഅബ്നാന വഅബ്നാക്കും വഅൻഫുസന വഅൻഫുസക്കും, നമ്മളുടെ നഫ്സ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഫ്സ് എന്ന്, അല്ലെങ്കിൽ അള്ളാഹു ഈ യാഥാർത്ഥ്യത്തിന്റെ നഫ്സ് എന്ന് അവിടെ ഖുർആൻ പരാമർശിച്ചത് എന്താണ്? അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ഇതൊക്കെ അവസാന ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത്, ആ സമയത്ത് വരെ ഈ ദൗത്യത്തിന്റെ വിഷയങ്ങൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് രണ്ടും ഈ വാദങ്ങളൊന്നും ഇതൊന്നും ഷിയാക്കൾ ഉണ്ടാക്കിയൊരു സാധനങ്ങളാണ്. ഞാൻ പറഞ്ഞത് ഈ മൻകുന്തു മൗലാഹു ഫാലിജുൻ മൗലാഹു ഇതൊക്കെ സുന്നി ഗ്രന്ഥങ്ങളിൽ മാത്രം വന്നിട്ടുള്ള ആധികാരികം. ഇനി ഇതിനൊക്കെ നമ്മൾ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഖുർആനും ഇല്ല, പിന്നെ സുന്നത്തും ഇല്ല. കാരണം നിങ്ങൾക്ക് പിന്നെന്താണ്? പിന്നെ ഉള്ളൊരു കാര്യം, ഒരു വിഷയമുണ്ട്, ആ വിഷയങ്ങൾക്ക് എടുക്കാം. അതിനെങ്കിലും നിങ്ങൾ റെഡിയായി. അതെന്താണ്? കശ്ഫ്. നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കും, അവിടുന്ന് ഇവിടെ ഉണ്ടല്ലോ. അള്ളാഹുവിനോട് ചോദിക്കും. ഓരോ പ്രവാചകന്മാരും എങ്ങനെയാണ് വഹികളെടുത്ത് ഇതിന് ശേഷം ഇൽഹാമുകൾ ഉണ്ടല്ലോ, ആ ഇൽഹാമിന്റെ ദൗത്യത്തിലേക്ക് നിങ്ങൾ കയറി. എന്നിട്ട് നിങ്ങൾ ഇൽഹാമുകൾ മുഖാന്തരം മനസ്സിലാക്കാൻ നോക്കി. അത് സൂഫികളുടെ മാർഗം. അതിന്ന് നമുക്കത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെ ഇൽഹാമിന്റെ മാർഗം നിങ്ങൾക്ക് എങ്ങനെ തേടിയെത്താൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ ഇൽഹാം നിങ്ങൾക്ക് സ്വയം നേടിയെടുക്കാമല്ലോ. അതിനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുക്കുന്ന മൗലിയാക്കന്മാരും മശായിഖന്മാരും ലോകത്തുണ്ട്. ഞങ്ങളുടെ ഷെയ്ഖ് മുഹമ്മദ് ബാവുസാഹിനെ പോലത്തെ ആളുകൾ അത് അതിൻ്റെ തേടി വരുന്ന ആളുകൾക്ക് ആ ഇൽഹാമിൻ്റെയും കശ്ഫിൻ്റെയും മാർഗങ്ങൾ പോലും തുറന്നു കൊടുക്കുന്നുണ്ട്.
അതിലൂടെ നിങ്ങൾക്ക് തന്നെ സ്വയം കാരണം അതല്ല നിങ്ങൾ ഖുർആനെ സംശയിച്ചിട്ടോ ഖുർആൻ എങ്ങനെ ഉണ്ടായി, ഉസ്മാൻ അള്ളാഹിന് ക്രോഡീകരിച്ചതല്ലേ അല്ലെങ്കിൽ ബുഖാരി ഇമാം ക്രോഡീകരിച്ചതല്ലേ എന്ന് സംശയിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ യാഥാർത്ഥ്യം കണ്ടെത്തൽ നിങ്ങൾ ആത്മീയമായി നിങ്ങൾ ഉയർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തതുപോലെ ഗൃഹാന്തരങ്ങളിൽ ഇരുന്നിട്ടോ മറ്റൊക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള മാർഗങ്ങൾ തുറന്നുതരാം. ഇവിടെ നമ്മളെ മശായിഖന്മാരുടെ ഇത് അനുഭവിച്ച ആളുകളുടെ ഒരു മാർഗങ്ങളാണ് നമ്മൾ പറയുന്നത്. കാരണം ഈ കശ്ഫുകൾ തുറന്നു കൊടുക്കപ്പെട്ട ആളുകളുടെ മാർഗങ്ങൾ ആണ് ഇവിടെ ഉള്ളത്. അത്തരം മാർഗങ്ങൾ പിൻപറ്റാനേ നിങ്ങൾ സന്നദ്ധമായി. വെറുതെ കിടന്ന് അവിടെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് എഴുതിയ ആളുകളുടെ വിഭാഗീയത ഇത് ശരിക്കും ഗവൺമെന്റ് ഇത്തരത്തിലുള്ള സംഗതിക്ക് നിയമം എടുക്കേണ്ടത്. കാരണം അതൊക്കെ അപകീർത്തിപ്പെടുത്തലാണ് അന്യായമായിട്ടുള്ളത്. അത് സമൂഹങ്ങളെ ബാധിക്കുന്ന കേസാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് വളരെ ഒരു ഫാത്തിഹ സൂറത്ത് തന്നെ ഇതിനെ സിറാത്തുൽ മുസ്തഖീം വൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ അല്ലാത്ത ആ സിറാത്തുൽ മുസ്തഖീം, അതായത് ആ ബിസ്മിയിൽ തുടങ്ങി ബാഹിന്റെ പുള്ളിയിൽ തുടങ്ങി നമ്മൾ ആ മുസ്തഖീമിലേക്ക് എത്തി. ആ രണ്ട് അൽറുല്ലാൻ, ആ ബാഹിന്റെ പുള്ളിയായ അൽറുല്ലാനും തുടങ്ങി ഈ മുസ്തഖീമിലെത്തി. ആ മഗ്ലൂബി അലൈഹിം വലദ്ദാലിനെ മാറ്റിക്കൊണ്ട് ആ മുസ്തഖീമായ വഴിയുള്ള ചർച്ച നമ്മൾ വീണ്ടും തുടരും ഇൻഷാ അല്ലാഹ്.